സായാഹ്ന ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ അടുത്ത ദിവസം മുസ്ലിം ലീഗിന്റെ നേതാവായിട്ടുള്ള PM സലാം ഒരു പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു. അത് ഒരു വലിയൊരു വിവാദമാകുന്ന രീതിയിൽ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിലേക്ക് എങ്ങനെയാണ് ആ നേതാവ് പോയത്, അല്ലെങ്കിൽ എന്തായിരുന്നു അതിന്റെ കാരണങ്ങൾ എന്നുള്ളത് നമുക്കൊരു വിഷ്വലിലൂടെ കണ്ടിട്ട് വരാം. ഓക്കെ. സ്ത്രീകൾക്ക് ഇപ്പോൾ തന്നെ വേണ്ടതിലധികം സ്വാതന്ത്ര്യമുണ്ടെന്ന് കരുതുന്നവരാണ് കൂടുതൽ ആളുകളും. എന്നാൽ കുടുംബത്തിലെയും സമൂഹത്തിലെയും നിയന്ത്രണങ്ങളിൽ സംതൃപ്തരായവരും ഫെമിനിസ്റ്റുകളും ഫാഷൻ പ്രേമികളും പറയുന്നത് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം പോരായാണ്. സ്ത്രീകളുടെ ഇപ്പോഴത്തെ സ്വാതന്ത്ര്യമാണ് എല്ലാ കുഴപ്പത്തിനും കാരണമെന്നും അതുകൊണ്ട് അവരെ ചാക്കുതുണിയിൽ പൊതിഞ്ഞു സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെടുന്ന മതവിശ്വാസമുണ്ട്. ഇതിനെ തുടർന്ന് സ്ത്രീയും പുരുഷനും തുല്യരല്ല എന്ന വാദപരാമർശവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം മുന്നോട്ട് വന്നിരിക്കുകയാണ്. തുല്യരാണെന്ന് ലോകം അംഗീകരിച്ചിട്ടില്ല. തുല്യരാണെന്ന വാദം കണ്ണടച്ച് ഇരുട്ടാക്കലാണ്. സമൂഹത്തിൽ കയ്യടി കിട്ടാനാണ് ഈ വാദം ചിലർ ഉയർത്തുന്നതെന്നും PMA സലാം പറയുന്നു. മലപ്പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്ത്രീക്ക് സാമൂഹിക നീതി വേണ്ടത് സ്ത്രീ പുരുഷ തുല്യതയല്ല, ലിംഗനീതിയാണ് ലീഗിന്റെ നിലപാടെന്നും PMA സലാം കൂട്ടിച്ചേർത്തു. പ്രായോഗികമല്ലാത്ത മനുഷ്യന്റെ യുക്തിക്കെതിരായ വാദങ്ങൾ എന്തിനാണ് കൊണ്ടുവരുന്നത്? സ്ത്രീയും പുരുഷനും എല്ലാ നിലയ്ക്കും തുല്യരാണെന്ന് പറയാൻ കഴിയുമോ? ഇത് ലോകം അംഗീകരിച്ചിട്ടുണ്ടോ എന്നും അദ്ദേഹം ചോദിക്കുകയുണ്ടായി. ഒളിമ്പിക്സിൽ പോലും സ്ത്രീകൾക്ക് വേറെ മത്സരങ്ങളാണ്, ബസ്സിൽ പ്രത്യേക സീറ്റുകളാണ്. ഇതെല്ലാം രണ്ടും വ്യത്യസ്തമായതുകൊണ്ടല്ലേ സലാം ചോദിക്കുന്നു. അതേസമയം നേതാക്കൾ പോലും പറയാത്ത കാര്യങ്ങളാണ് സലാം പറയുന്നതെന്നും ഇത് ലീഗിന്റെ നിലപാടാണോ എന്ന് നേതാക്കൾ വ്യക്തമാക്കണമെന്നും സലാമിന്റെ വിവാദ പ്രസ്താവനയ്ക്ക് പിന്നാലെ വിമർശനമുയരുന്നുണ്ട്. അപ്പൊ സ്ത്രീയും പുരുഷരും തുല്യരല്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. സ്ത്രീയും പുരുഷനും എങ്ങനെയാണ് തുല്യരാവുക? ഏത് കോമൺ സെൻസിലാണ് അല്ലെങ്കിൽ ചിന്താഗതിയുടെ ഏത് പരിധിയിലാണ് സ്ത്രീയെയും പുരുഷനെയും ഒരേ അച്ചുതണ്ടിൽ നോക്കി കാണാൻ സാധിക്കും? എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? രണ്ടുപേരുടെ അഭിപ്രായം എന്താണ്? നമ്മളിപ്പോ എല്ലാവരും പറയുക ഇക്വാലിറ്റി വേണം, ഇക്വാലിറ്റിക്കായിട്ടാണ് എല്ലാവരും ബഹളങ്ങൾ ഉണ്ടാക്കുകയും അതിനു വേണ്ടിയിട്ടാണ് സംസാരിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം പറയുന്ന വാക്കുകളും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം പ്രാക്ടിക്കൽ ലൈഫിൽ നടക്കാത്ത കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്കത് സമ്മതിച്ചു കൊടുക്കാൻ കഴിയുക? കാരണം പ്രാക്ടിക്കൽ ലൈഫിൽ ഇക്വാലിറ്റി എന്ന് പറയുന്ന സാധനം ഇല്ല. അത് അതിന്റെ ഉദാഹരണങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. ഇപ്പൊ നമ്മൾ ബസ്സിലേക്ക് പോവുകയാണെങ്കിലും അതിൽ സ്ത്രീകൾക്ക് മാത്രമായിട്ട് റിസർവേഷൻ അല്ലെങ്കിൽ ബോയ്സിനായിട്ടുള്ള റിസർവേഷൻ. എന്തിനാണ് അങ്ങനെ? ഇക്വാലിറ്റി ഉണ്ടെങ്കിൽ എല്ലാവർക്കും എല്ലാവരുടെ സീറ്റിലും കയറിയിരുന്നൂടെ? അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞൊരു കാര്യമായിരുന്നു ഒളിമ്പിക്സിലെ മത്സരങ്ങൾ. അത് പുരുഷന് മാത്രം മത്സരിക്കാവുന്ന കുറച്ച് കായിക ഇനങ്ങളുണ്ട്, സ്ത്രീകൾക്ക് മാത്രം മത്സരിക്കാവുന്ന കുറച്ച് കായിക ഇനങ്ങളുണ്ട്. നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ തന്നെ ഇത്തരത്തിലൊരു വേർതിരിവ് കാണിക്കുമ്പോൾ അവിടെ ഇക്വാലിറ്റി ഇല്ല എന്നൊരു കാര്യത്തെ കുറിച്ചാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അപ്പോ ഞാൻ അദ്ദേഹത്തിന്റെ ഒരു വാക്കുകളോട് യോജിക്കുകയാണ്. കാരണം അദ്ദേഹം പറഞ്ഞൊരു ശരിയായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇതിനൊരു നെഗറ്റീവ് സൈഡ് ഉണ്ട്. നമ്മൾ ഈ പറഞ്ഞതെല്ലാം ഒരു നെഗറ്റീവ് സൈഡാണ്. നമ്മൾ ഇക്വാലിറ്റിയിലേക്ക് വന്നിട്ടില്ല എന്ന് കാണിക്കുന്ന ഒരു കാര്യങ്ങളാണ് അതൊക്കെ. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിന് പരിഹാരമാണ് വേണ്ടത്. എന്താണ് സുഹൃത്തിയുടെ അഭിപ്രായം? എന്താണ്? എന്റെ അഭിപ്രായം ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖത്തിൽ തന്നെ പരാമർശിക്കുന്നുണ്ട് സ്ത്രീ സമത്വത്തെ കുറിച്ച്. അതിൽ അവരുടെ അവകാശങ്ങളെ കുറിച്ചും സ്ത്രീയും പുരുഷനും തുല്യ അവകാശമാണെന്ന് ഭരണഘടനയിൽ വരെ പരാമർശിച്ചിട്ടും അതൊരിക്കലും നടപ്പാക്കിയിട്ടില്ല എന്നുള്ളതിന്റെ തെളിവുകളാണ് ഇപ്പോ സൂര്യ പറഞ്ഞത്. സൂര്യ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിലെടുത്ത് പറയേണ്ടത്, അത് ആ നേതാവ് പറഞ്ഞത് കറക്റ്റ് ആണെന്ന് എനിക്കും തോന്നുന്നുണ്ട്. നമ്മൾ വാക്കുകളിലൂടെ മാത്രം കാണിച്ചിട്ട് കാര്യമില്ല. പക്ഷെ അത് ഒരിക്കലും പ്രാക്ടിക്കൽ ലൈഫിൽ അത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. പറഞ്ഞേക്കാം ഓരോ സ്ത്രീകളുടെ പേരെടുത്ത് പറയാൻ നമുക്ക് ചിലപ്പോൾ ഉണ്ടാവായിരിക്കും. എന്താ അവരെങ്ങനെ ചെയ്തു, ഇവരിങ്ങനെ ചെയ്തു എന്ന് പറയാൻ ബഹിരാകാശത്തിൽ പോയ സുനിത വില്യംസ്, ഇവരൊക്കെ ഓരോരുത്തരെ പ്രശസ്തമായ ഒരുപാട് പേരുണ്ട്. ഇവരൊക്കെ ഇങ്ങനെ ഉയർന്നു വന്നിട്ടുണ്ട്, അത് തുല്യത ഉള്ളത് കൊണ്ടല്ലേ എന്നൊക്കെ എടുത്ത് പറയാം. പക്ഷെ ആ എടുത്ത് പറയുന്നത് നമുക്ക് വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് വേറൊരു കാര്യമാണ്. അതെ, അതുപോലെ തന്നെ ഇപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ്, ഇപ്പൊ ബഹിരാകാശത്തിലൊക്കെ ഒരു സ്ത്രീ പോകുമ്പോഴാണ് അത് ചർച്ചയാവുന്നത്. എല്ലാവരും വലിയൊരു കാര്യത്തിൽ അത് കാണുന്നത്. കാരണം അത് ഡെയിലി നടക്കുന്ന ഒരു കാര്യമല്ല, വല്ലപ്പോഴും നടക്കുന്ന ഒരു കാര്യമാണ്. അത് തുല്യത ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരു പുരുഷൻ പോകുന്നുണ്ടെങ്കിൽ അത് ഇത്രയും വലിയൊരു വിഷയമായി മാറുന്നില്ല. അതെ, ഒരു സ്ത്രീ പോകുമ്പോൾ മാത്രമേ ഉള്ളൂ അതൊരു വിഷയമായി മാറുന്നുള്ളൂ. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ട് പുരുഷനും സ്ത്രീയും തുല്യമായിട്ട് ഈ സമൂഹത്തിൽ അംഗീകരിക്കുന്നില്ല എന്നുള്ള കാര്യം. അല്ല, സമൂഹം അംഗീകരിക്കാൻ ഇപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ മാറ്റി നിർത്താം. ഇപ്പൊ അദ്ദേഹം പറഞ്ഞ എന്താണ്, സ്ത്രീയും പുരുഷനും
തുല്യരല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഇപ്പോഴത്തെ സാമൂഹിക അവസ്ഥ വെച്ച് അദ്ദേഹം പറഞ്ഞതാണ്. പക്ഷെ നിങ്ങളുടെ അഭിപ്രായത്തില് സ്ത്രീയും പുരുഷനും തുല്യ കാര്യങ്ങൾ വേണം എന്ന് പറയുന്നത് നിയമപരമായ അടിസ്ഥാനത്തിലാണോ, സ്വാതന്ത്ര്യപരമായ അടിസ്ഥാനത്തിലാണോ, അല്ലെങ്കിൽ ബയോളജിക്കലി ആണോ? എല്ലാം കൊണ്ടും നമുക്കിപ്പോ ഒരു യാത്ര പോകണമെന്നുണ്ടെങ്കിൽ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും നമ്മൾ ഒരു വിശ്വസിച്ച് അല്ലെങ്കിൽ നമുക്കൊരു ആത്മവിശ്വാസത്തോടു കൂടി വന്ന് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് പറ്റുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ കേസുകൾ, സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമണങ്ങൾ എല്ലാം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇതുകൊണ്ടൊക്കെ തന്നെ പറയുന്നത് നമുക്ക് വിശ്വസിച്ച ഒരാളിന്റെ കൂടെ ഒരു ബസ്സിൽ ഒരു സീറ്റിന് അടുത്തിരിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം എന്തുകൊണ്ടായാലും നമ്മളെ വേറൊരു രീതിയിൽ നമ്മളെ ടച്ച് ചെയ്യില്ല അല്ലെങ്കിൽ നോക്കി കാണില്ല എന്ന് നമുക്ക് എന്ത് ഉറപ്പ് നൽകാൻ പറ്റും? അപ്പൊ അത്രത്തോളം ദുർബലകളാണോ സ്ത്രീകൾ? സ്ത്രീകൾ ദുർബലരാകുന്നുണ്ടായ പുരുഷന്മാരുടെ മനോനില, അതിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്. പുരുഷന്മാരുടെ അത്തരത്തിലുള്ള പ്രവർത്തികളാണ് ഈ സ്ത്രീകളെ ഇങ്ങനെ അടിച്ച് അമർത്തപ്പെടുന്നത്. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. പുരുഷന്മാരുടെ ഭാഗത്ത് വലിയൊരു പങ്ക് ഇതിനകത്ത് ഉണ്ട്. ഇപ്പൊ കായിക ശക്തി കൊണ്ടും ശാരീരിക ശക്തി കൊണ്ടും സ്ത്രീകളെക്കാൾ പുരുഷന്മാരാണ് മുമ്പിൽ എന്നുള്ളത് കൊണ്ടാണോ സ്ത്രീകൾ ഇത്ര പേടിക്കുന്നത്? പേടിയല്ല, എനിക്ക് തോന്നുന്നു സ്ത്രീകൾ മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ ഈ പുരുഷാധിപത്യം എന്ന് പറയുന്നത് എങ്ങനെ മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാ രീതിയിലും എക്സാമ്പിൾ പറയും. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ സ്പോർട്സിലാണെങ്കിൽ സ്പോർട്സിൽ എങ്ങനെ? സ്പോർട്സ് ഇനങ്ങളിലെ എല്ലാ ഇനങ്ങളിലും നമുക്ക് മത്സരിക്കാം. ഇപ്പൊ എന്താ എല്ലാ ഇനങ്ങളിലും മത്സരിക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്യൂ അല്ലല്ല ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ ഇനി മുതൽ ഉസൈൻ ബോൾട്ടിനൊപ്പം മത്സരിക്കും സ്ത്രീകൾ. ആര് ജയിക്കുന്നു? വല്ല ട്രാൻസ്ജെൻഡേഴ്സ് വല്ല മത്സരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുരുഷൻ സ്ത്രീയായോ ഒന്ന് മത്സരിക്കണം. അതാണ് ഞങ്ങളുടെ പ്രശ്നം. നിങ്ങൾ തോറ്റുപോകും. അതെ, എങ്കിൽ ശരി മത്സരിക്കൂ. എന്തുകൊണ്ട് മത്സരിക്കും? അതിപ്പോ സ്പോർട്സില് ഇപ്പൊ ക്രിക്കറ്റ് ആയിക്കോട്ടെ, വുമൺസ് ക്രിക്കറ്റ്, മെൻസ് ക്രിക്കറ്റ്, അങ്ങനെ വേർതിരിവുണ്ട്. ഈ വേർതിരിവുകള് സ്ത്രീകൾക്കും കൂടി വേണ്ടിയിട്ടാണ്, അല്ലാതെ സുരക്ഷയുടെ കാരണവശാലല്ല. അതായത് സ്ത്രീകളും പുരുഷന്മാരും അങ്ങനെയുള്ള ഗെയിംസിൽ എന്തായാലും തുല്യത എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കാരണം ഇപ്പൊ ഒരു 6 ലൈൻ ആണെങ്കിലും നിങ്ങൾ വുമൺസ് ക്രിക്കറ്റിൽ എടുത്തു നോക്കുക, പുരുഷന്മാർ അടിക്കുന്ന അതേ റേഞ്ചിലല്ല 6ഉം 4 ലൈനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വുമൺസിന് കുറച്ചും കൂടി അടുത്ത് വെക്കും. കാരണം എന്താ, അങ്ങനെങ്കിലും 6 അടിക്കട്ടെ എന്ന് വിചാരിച്ച്. അല്ലെങ്കിൽ നിങ്ങൾ ലോങ് 6 അടിക്കണമല്ലോ അടിക്കണം. പുരുഷന്മാരുടെ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തെ? ക്രിക്കറ്റിലെ എത്ര ലെങ്തിൽ അടിച്ചാലും 6ന് 6 എന്ന് പറയുന്ന പോയിന്റ് അല്ലേ കിട്ടത്തോളൂ. അതിന് വേറെ ഒന്നും ഇല്ലല്ലോ. പുരുഷന്മാരുടെ ഗെയിമിൽ ഔട്ടാവണ സ്ഥലമാ നിങ്ങളുടെ 6 എന്ന് പറഞ്ഞാൽ. അത്രയ്ക്കൊന്നുമില്ല. ആ നിയമവ്യവസ്ഥകൾ മാറ്റി വെച്ചോട്ടെ. അതെ, അപ്പൊ നിങ്ങൾ കുറച്ചും കൂടി കായികക്ഷമത കൂട്ടേണ്ടി വരും. കുറച്ചും കൂടി ജിമ്മിൽ പോകേണ്ടി വരും, വർക്കൗട്ട് ചെയ്യേണ്ടി വരും. എന്നാലും പുരുഷന്മാരുടെ ഒപ്പം നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? പറ്റണല്ലോ. അത്രയും ദൗർബല്യരായിട്ടുള്ളവരല്ല മത്സരിക്കാൻ വേണ്ടിട്ട് പോകുന്നത്. അതിന് അത്രയും പ്രിപ്പയർ ചെയ്തിട്ടുള്ളവരാണ് മത്സരിക്കാൻ പോയിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ അങ്ങനെ പ്രിപ്പയർ ചെയ്താൽ ഏതൊക്കെ ഇനങ്ങളിൽ നിങ്ങൾ പുരുഷന്മാരെ വെട്ടിക്കും ഒന്ന് പറഞ്ഞേ. ഏതിനങ്ങൾ? എന്ത് ക്രിക്കറ്റിലെ പുരുഷന്മാരെ നിങ്ങൾ ഓവർകം ചെയ്യോ? സ്ത്രീകൾ ഓരോരുത്തർക്കും ഓരോ കഴിവല്ലേ. ഞാൻ പറയുന്നത് സ്ത്രീകളുടെ ക്രിക്കറ്റിൽ നിങ്ങൾ കുറെ കരിയർ ഉണ്ടാക്കി എന്നുള്ളതല്ല. പുരുഷന്മാരും സ്ത്രീകളും കൂടി മിക്സ് ചെയ്ത് ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് വന്നാൽ ഇത് സ്ത്രീകളെന്നെ സമ്മതിക്കില്ല. സ്ത്രീകളാണ്, ഞങ്ങളാണ് ഈ പറയുന്നത് സമ്മതിക്കുന്നുണ്ട് എന്നുള്ളത്. ICCയോട് പറഞ്ഞു നോക്കൂ, അവരപ്പൊ തന്നെ ഓടിക്കും. കാരണം അതാണ് ഇവിടുത്തെ പ്രശ്നം. കാരണം അതാണ് സ്ത്രീ പുരുഷൻ എന്നുള്ളൊരു വേർതിരിവ് അങ്ങനെ കാണണ്ട. അല്ല, വേർതിരിവുണ്ട് സ്ത്രീയും പുരുഷനും. എന്തൊക്കെ കാര്യങ്ങൾ വേർതിരിവുണ്ടെന്നുള്ള ഇപ്പൊ നമ്മുടെ ലുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ? എന്തിനാണ് അങ്ങനെ വേർതിരിവ്? എന്തിനാ കാണിക്കുന്നത്? സമൂഹം നിങ്ങൾക്ക് എന്തിനാ? ഞങ്ങള് പേടിയായതുകൊണ്ടാണ് നിങ്ങളെ ഞങ്ങളുടെ കൂടെ മത്സരിക്കാൻ വിടാത്തത്. ആർക്കാരം പേടി? പിന്നെ എന്തുകൊണ്ടാണ് ആർക്കാരം പേടി? അതായത് കായിക ഇനങ്ങളില് പുരുഷന്മാർക്ക് സ്ത്രീകളെ പേടി എന്നാണോ പറയുന്നത്? നിങ്ങൾ ചുമ്മാ നിങ്ങൾ വായിട്ട് അലക്കാതെ ഇപ്പൊ ഒരു 100 മീറ്ററിലെ റെക്കോർഡ് എത്ര മിനിറ്റ് ആണെന്ന് നോക്കിയാൽ മതി. ആ മിനിറ്റ് നിങ്ങൾ സ്ത്രീകളെ കൂടി ഓടിയിട്ടും നിങ്ങൾ ക്രോസ് ചെയ്യുന്നുണ്ടെന്ന് ആദ്യം നോക്കുക. 3-4 മിനിറ്റ് കൂടുതലായിരിക്കും നിങ്ങളുടെ, അല്ലെങ്കിൽ 1-2 മിനിറ്റ്. 3-4 പറഞ്ഞ് നിങ്ങളെ അധിക്ഷേപിക്കുന്നില്ല. 1-2 മിനിറ്റ് കൂടുതലായിരിക്കും. കാരണം അങ്ങനെ ഓടി എത്തുള്ളൂ.
അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹം നിങ്ങൾ അങ്ങനെ ആക്കിയതുകൊണ്ടല്ല. അവരും ഇതുപോലെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ തന്നെയാ, കോച്ചുമാരുടെ കീഴിൽ ട്രെയിൻ ചെയ്ത് ജിമ്മിൽ പോയൊക്കെയുള്ള ആൾക്കാർ തന്നെയാ. പക്ഷെ എന്നും പറഞ്ഞ് ഉസൈൻ ബോൾട്ടിനെ പോടാൻ പറ്റുമോ? അത് ഞങ്ങള് ഈക്വാലിറ്റിയെ തടസ്സപ്പെടുത്തുന്നു, അതല്ല, അത് സ്ത്രീകളുടെ തന്നെ ഡിസിഷനാ. കാരണം അവർക്ക് അറിയാൻ ജയിക്കില്ല, ടൈം നോക്കിയാ പോരെ. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഉസൈൻ ബോൾട്ടിനെ വെട്ടിക്കാൻ വേണ്ടിട്ട് ഒരു സ്ത്രീ ഉസൈൻ ബോൾട്ട് എന്ന് പറയുന്ന ഒരാളിനെ വെട്ടിക്കാൻ മറ്റു പുരുഷന്മാർക്ക് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും സാധിക്കും. ഇട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അതിനെ വെട്ടിക്കുന്ന കുറച്ച് ഗേൾസ് ഇനി ഉണ്ടാവും. ഗേൾസ് ഇനി ഉണ്ടാകുമോ എന്നുള്ളത് വളരെ തർക്ക വിഷയമായിട്ട് നമുക്കിങ്ങനെ പറയാമെന്നല്ലാതെ സ്ത്രീകൾ ഒരിക്കലും അത്തരത്തിലുള്ള ഗെയിംസിൽ, അതായത് കായികക്ഷമതയിൽ ഒരിക്കലും പുരുഷന്മാർക്കൊപ്പം നിൽക്കില്ല. പക്ഷേ മാനസികപരമായിട്ട് മെന്റൽ സ്റ്റാറ്റസ് വെച്ചിട്ട് പുരുഷന്മാരെ ചിലപ്പോൾ വെട്ടിച്ചേക്കാം. ഇമോഷണൽ സ്റ്റാറ്റസിൽ സ്ത്രീകൾ ചിലപ്പോൾ പുരുഷന്മാരെക്കാൾ മുമ്പിലായിരിക്കും. അതും എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ ചെറുപ്പം മുതലേ അങ്ങനെ ട്രെയിൻ ചെയ്യപ്പെട്ടത് കൊണ്ടാണ്. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നിഷേധിച്ച് നിങ്ങളെ ഒരുമാതിരി അധപ്പതിക്കുന്ന രീതിയിലാണ് സമൂഹം ട്രീറ്റ് ചെയ്യുന്നത് വളർന്നു വരുന്ന ആ ഒരു സാഹചര്യത്തിൽ. അത് ശരിയാണ്. ഉണ്ട്, അല്ല പുരുഷന്മാരാണല്ലോ അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോ അങ്ങനെ വളർന്നു വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭയങ്കര അതിജീവന ശേഷിയാ. ഏതെങ്കിലും അതിജീവകനെ കണ്ടിട്ടുണ്ടോ? പക്ഷെ ഒരുപാട് അതിജീവിതകളുണ്ട്, അതിജീവന്മാരുണ്ടല്ലേ. ഇപ്പോഴത്തെ കാലം ശരിയാ, അത് ശരിയാ. ഒറ്റയ്ക്ക് കിടന്ന് ജീവിച്ച് വന്ന മനുഷ്യർ. പക്ഷെ സ്ത്രീകളാൽ പീഡിപ്പിക്കപ്പെട്ട്, സ്ത്രീകളാൽ റേപ്പ് ചെയ്യപ്പെട്ട്, സ്ത്രീകളാൽ ഹരാസ് ചെയ്യപ്പെട്ടോ അങ്ങനത്തെ ഒരു ആളെ നിങ്ങൾക്ക് വളരെ റെയറായിട്ടേ കാണാൻ പറ്റുള്ളൂ. പക്ഷെ ഈ പുരുഷന്മാരാൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് പുരുഷന്മാര് തന്നെ. അല്ല, ഒരുപാട് സ്ത്രീകളുണ്ടല്ലോ. അതുകൊണ്ട് അതാണ് പുരുഷന്മാരാൽ പീഡിപ്പിക്കപ്പെട്ടു. നിങ്ങൾ അങ്ങനെ ഞാൻ പറഞ്ഞ വേറെ പൊളിറ്റിക്കലി റോങ് ആയി പോകും. എന്നാലും പുരുഷന്മാരാൽ പീഡിപ്പിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പൊ അത്രത്തോളം പുരുഷന്മാരാൽ ദുർബലരാക്കപ്പെടുകയല്ലേ സ്ത്രീകൾ ചെയ്യുന്നത്. ഇത്രയും പീഡിപ്പിക്കപ്പെട്ടിട്ടും തിരിച്ച് നിങ്ങൾ ഫൈറ്റ് ചെയ്യാനോ ഇപ്പൊ എന്തുകൊണ്ടാണ് പുരുഷന്മാർ തമ്മിൽ അങ്ങോട്ട് കൊണ്ട് വെട്ടുകുത്തുണ്ടാവും. പക്ഷെ ഒരു റേപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. പുരുഷനെ റേപ്പ് ചെയ്ത് ഇന്നത്തെ കാലത്തുള്ള ട്രാൻസ്ജെൻഡേഴ്സിനൊക്കെ അറിയാൻ പറ്റും. അതല്ലാതെ നിങ്ങൾ ഏറ്റവും വലിയൊരു കുറ്റകരമാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയാം അത് വലിയൊരു അഭിമാനമല്ല. അയ്യോ, ഞാൻ തെറ്റിയിരിക്കല്ലേ. അല്ലല്ല, അഭിമാനകരം. ഒരിക്കലും പുരുഷനൊരു മറ്റൊരു പുരുഷനെ പീഡിപ്പിക്കുന്നില്ല. അത് വേറൊന്നും കൊണ്ടല്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ആക്രമണം പോലെ വരും അത്. കാരണം സ്ത്രീകൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് പുരുഷൻ ഭയങ്കര കായികക്ഷമത വെച്ചിട്ട് അവന്റെ ശക്തി വെച്ചിട്ട് കീഴടക്കാം എന്നുള്ളൊരു ചിന്ത ഉള്ളത് കൊണ്ടാണ്. നിങ്ങളൊക്കെ വലിയൊരു പുരുഷനാണ്. അല്ലല്ല, എനിക്ക് അങ്ങനത്തെ ഒരു വിചാരമേ ഇല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പീഡിപ്പിക്കാൻ പറ്റും, പെൺകുട്ടികൾ ദുർബലയായി പോകും, അങ്ങനെ അവർ അടിച്ചമർത്താം, ഇങ്ങനെയൊക്കെ കുറെ. അല്ലല്ല, നിങ്ങൾ പറയുന്നത് ഇപ്പൊ അല്ലല്ല, ശ്രുതി ഇപ്പൊ പറഞ്ഞു എന്നോട്, അതായത് ബസ്സിൽ കയറി കഴിഞ്ഞാൽ പുരുഷന്മാര് തോണ്ടുവോ ഇല്ലേ? ഏതെങ്കിലും സ്ത്രീയുടെ അടുത്തിരിക്കുമ്പോ പുരുഷന്മാർക്ക് ഈ ടെൻഷൻ ഉണ്ടോ? ഉണ്ടോ? എന്നെ പിടിച്ചൊരു സ്ത്രീ അടിക്കുമോ? അവനിപ്പോ സ്ത്രീയെ മോശമല്ലാത്ത അറിയോ? അവർ ഈ സ്ത്രീകൾ അടുത്തിരിക്കുമ്പോ ഇവർക്ക് ഭയങ്കര സന്തോഷ. ആ സമയത്ത് ഞങ്ങൾക്ക് സന്തോഷമാണല്ലോ. അതങ്ങനെയാണല്ലോ. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ ഇങ്ങനെ ബോയ്സ് സഫർ ചെയ്യുന്ന കുറെ ബോയ്സ് ഉണ്ട്. അത് വലിയ എന്താണ് ആഴ്ചമാരുടെ ആയാലും അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് തന്നെ ആയാലും സഫർ ചെയ്യുന്ന ആൾക്കാരുടെ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഒരു സ്ത്രീ പ്രായപൂർത്തിയാവാത്ത ഒരു പയ്യനെ പല സ്ഥലത്ത് കൊണ്ടുപോയി പീഡിപ്പിച്ചത് നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ. അപ്പൊ അവന്റെ ഭാഗത്ത് നിൽക്കും പുരുഷന്മാര്. അതും പുരുഷൻ തന്നെയാണ് വളർന്നു വരുമ്പോ. പിന്നെ അതൊരു കുട്ടിയാണ്. അപ്പൊ പക്ഷെ ഒരു പുരുഷനെ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ ഉദ്ദേശിച്ച പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ചും കൂടി ഒരു 10-25 വയസ്സിൽ കൂടുതലുള്ള ഒരാള്, അത്യാവശ്യം ഒരു പുരുഷന്റേതായ എല്ലാ ഇതുള്ള ഒരുത്തൻ, അവനെ ഇതുപോലെ ഒരു പെണ്ണിന് നിരന്തരം റേപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം അവനങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം അവൻ കുറച്ചും കൂടി ശക്തനാണ്. ചിലപ്പോ ഇമോഷണലി നിങ്ങളുടെ അത്ര ശക്തനായിരിക്കില്ല, പക്ഷെ അല്ലാതെ എല്ലാം കൊണ്ടും ശക്തനാണ്. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഇങ്ങനെ റേപ്പ് ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ സ്ത്രീകളെ തിരിച്ച് റേപ്പ് ചെയ്യുന്നത്, കുറെ ഇങ്ങനെ റേപ്പ് കൂടുന്നത്, അതായത് അവരുടെ ശക്തി പ്രയോഗിക്കുകയാണ് സ്ത്രീകളെ അടിച്ചമർത്താൻ വേണ്ടി. അത് അത്തരക്കാരൊരു ബോധമാണ്, ഞങ്ങൾ സ്ത്രീകളെക്കാൾ ശക്തരാണെന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പൊ പറഞ്ഞു വന്നില്ലേ, താങ്കൾ പറഞ്ഞു വന്നത് ഇപ്പൊ അത് തന്നെയാണ്, ഞങ്ങൾ ശക്തരാണ്, അതുകൊണ്ട് പീഡിപ്പിക്കുന്നല്ല പറഞ്ഞത്. അതല്ല പറഞ്ഞത്. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്, അങ്ങനെ തെറ്റിദ്ധരിക്കരുത് സമൂഹം. അല്ലല്ല, പീഡിപ്പിക്കുമെന്നല്ല, അതായത് ഞാൻ കായികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ ഈ പറഞ്ഞതിൽ എനിക്ക് ഫീൽ ചെയ്ത് എന്താണെന്നറിയോ, ഈ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലൊരു കാര്യം അല്ലെങ്കിൽ നല്ലൊരു കാര്യമല്ല. അതല്ല, അതൊരു വലിയ എന്തോ ഒരു ഞങ്ങളൊരു വലിയ ആൾക്കാരായി
ഞങ്ങൾക്കായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അല്ലല്ല, സ്ത്രീകൾ അത്രയും അങ്ങനെയല്ല, ദുർബലരായതുകൊണ്ടാണ് അങ്ങനെയല്ല. ചെയ്യാൻ കഴിയാത്തത്. അങ്ങനെയല്ല. ഞങ്ങൾ അത്രയും നല്ലവരായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യാത്തതെന്ന് ചിന്തിക്കൂ. അങ്ങനെയല്ല. സ്ത്രീകൾ ദുർബലയാവുകൊണ്ട് ഇവരെ എപ്പോഴും വേണമെങ്കിലും പീഡിപ്പിക്കാം എന്നുള്ളൊരു നിങ്ങളുടെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. നിങ്ങൾ അതൊരു വലിയ പ്രൗഡ് മൊമെന്റ് ആയിട്ടൊക്കെയാണ് അത് കാണുന്നത്. ഒരിക്കലും നിങ്ങൾ ഇതിനെ പീഡനമായിട്ട് കൂട്ടിക്കുഴയ്ക്കരുത്. അതായത് ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് നിങ്ങൾ മിസ് ചെയ്യുന്നു. നിങ്ങൾ രണ്ടുപേരും മിസ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു വന്നത് ക്രിക്കറ്റിലോ ഫുട്ബോളിലോ. ഒരു കാര്യം പറയട്ടെ, ഈ ക്രിക്കറ്റ് ഫുട്ബോൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് പീഡനം മാത്രമേ ഉള്ളൂ പറയാൻ. അല്ല, മാത്രമേ പറയാം. പീഡിപ്പിച്ചു, ബസ്സിൽ കയറുമ്പോ തോണ്ടി. നിങ്ങൾ കുറച്ചും കൂടി പുരുഷന്മാര് ചെയ്യുന്ന ഇപ്പൊ കൺസ്ട്രക്ഷൻ വർക്ക്, ബിൽഡിങ്ങിന്റെ മുകളിലുള്ള വർക്ക്, അതുപോലെ കട്ട ചുമക്കല് ഇപ്പൊ സ്ത്രീകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഒന്നോ രണ്ടോ അത് ആ കട്ടയുടെ എണ്ണം കൂടി നോക്കണം. ഇത് മുമ്പോട്ട് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ഞാൻ പറയട്ടെ, എത്രയോ സ്ത്രീകൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്താണ് ഇനി മുമ്പോട്ട് വരാൻ മടിക്കുന്നത്? അല്ല, എത്രയോ സ്ത്രീകൾ മുമ്പോട്ട് വരുന്നുണ്ട് പല പണികൾക്കായിട്ട്. പക്ഷെ അപ്പോഴും ഈ കൺസ്ട്രക്ഷൻ പോലുള്ള വർക്കുകൾ, ഈ കാണുന്ന ഘടാഘടിയൻ ബിൽഡിങ്ങുകൾ, ഇവിടെയൊക്കെ ഏതെങ്കിലും ഒരു സ്ത്രീ തന്നെ ഒരു ബിൽഡിംഗ് പണിയാണെന്ന് വിചാരിക്കുക. ഇപ്പൊ ഈ മുകളിലൊക്കെ കയറി മറ്റേ കയറൊക്കെ ഇട്ട് അത്രയും സാഹസികമായിട്ടുള്ള ജോലികളൊക്കെ സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ, കുടുംബശ്രീ കൂട്ടായ്മ കൊടുക്കൂ. കുടുംബശ്രീ കൂട്ടായ്മയ്ക്ക് അല്ല, അങ്ങനെ സ്ത്രീകളുടെ കൂട്ടായ്മയാണല്ലോ. ഇതാണോ കൊടുക്കുന്നത്? എന്താ കൊടുത്താലും അവര് പല പണി ചെയ്യുന്നുണ്ടല്ലോ. വൃത്തിയാക്കുന്നു, ഹോട്ടൽ നടത്തുന്നു. എന്തുകൊണ്ട് ഇങ്ങനത്തെ ജോലികൾ കൊടുക്കുന്നില്ല? കുടുംബശ്രീ കൂട്ടായ്മ ചെയ്യുന്ന കുറച്ച് വർക്കുകളുണ്ട്, അത് അവര് ചെയ്യുന്നുണ്ട് വൃത്തിക്ക്. ചില വർക്കുകളുണ്ട്, അതാണ് സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ ചെയ്തോ. പക്ഷെ എല്ലാ കാര്യങ്ങളും പുരുഷന്മാരെ പോലെ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ബിൽഡിങ്ങുകൾ കയറാൻ പറ്റും, അങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ട്. എഞ്ചിനീയേഴ്സ് ഉണ്ടല്ലോ, ആൾക്കാർ അതുമായിട്ട് ചെയ്യുന്നുണ്ട്, ഇഷ്ടമുള്ളവർ ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇപ്പോ പുരുഷന്മാരുടെ കാര്യത്തിൽ നിങ്ങളിപ്പോ പറയുന്ന സ്ത്രീകൾ എന്ന് പറയുന്ന ഈ ഒരു എല്ലാ മേഖലയിലും സ്ത്രീകളുണ്ടെന്ന് പറയുന്നത് ഒരു 10,000 പേരിൽ ഒരാളെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്. ഈ 10,000 പേരിൽ ഒരാളാക്കിയത് നിങ്ങളല്ല, ഒരു പെൺകുട്ടി. ഒന്ന് പറയുന്നേക്ക് പോയിന്റ് എനിക്കുണ്ട്, അതിന്റെ പോയിന്റ് ഉണ്ട്. പിന്നെ പറയാം. ഒരു പെൺകുട്ടിയുടെ കാര്യം എടുത്ത് നോക്കുമ്പോ നേരത്തെ താങ്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പുരുഷന്മാർക്ക് ഒരു പങ്കുണ്ട് ഈ പെൺകുട്ടികളുടെ വളർന്ന സാഹചര്യം, അവരുടെ ത്യാഗം, അവരുടെ സഹനശേഷി പറഞ്ഞിട്ടുണ്ട്. അത് ഏതർത്ഥത്തില് അല്ല, ഏതർത്ഥത്തിൽ പുരുഷന്മാരാണ് സ്ത്രീകൾ ഇങ്ങനെ അടിച്ചമർത്തിയിരുന്നത്. ഞങ്ങൾ സമ്മതിച്ചു, അത് സമ്മതിക്കാണ് ഞങ്ങള്. എനിക്ക് പ്രശ്നമല്ല, പുരുഷന്മാരാണ് അടിച്ചമർത്തുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് വിഷയം നിങ്ങൾ അല്ലല്ല മാറിയിട്ടില്ല, നിങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതായത് പീഡനത്തിന് കാര്യം കൂടെ മാറ്റി വെക്കുക. പുരുഷന്മാര് സ്ത്രീകളെ പീഡിപ്പിക്കുന്നതാണ് കൂടുതൽ. സ്ത്രീകൾ പുരുഷന്മാരെ അങ്ങനെ പീഡിപ്പിച്ച് തുടങ്ങിയിട്ടില്ല. ഈ അടുത്ത് എന്തൊക്കെ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. കാലം മാറുന്നതനുസരിച്ച് സ്ത്രീകളും പുരുഷന്മാരെ പീഡിപ്പിക്കട്ടെ, ഒരു സീനും ഇല്ല, ഒരു ഞാൻ പറയട്ടെ അതങ്ങോട്ട് മാറ്റി നിർത്തി. ഞാൻ പറഞ്ഞ പോയിന്റ് അല്ല, അത് നിങ്ങളൊരു ചപല വ്യാമോഹമാണ് ഒന്നാം കാര്യം. പക്ഷെ ഞങ്ങൾ അങ്ങനെ വ്യാമോഹങ്ങൾ കൊണ്ട് നടക്കുന്നില്ല, നിങ്ങളാണ് അത് ഇപ്പോഴും നിങ്ങളാണ് ഇപ്പോഴും എന്തു കാര്യം പറഞ്ഞാലും പീഡനം 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 എന്ന് പറയുന്നത്. ഞങ്ങളല്ല പീഡിപ്പിക്കുന്നത്, നിങ്ങളാണല്ലോ ഇതിനൊക്കെ ഉത്തരവാദികള്. ഞാൻ പറയട്ടെ, ഇത്രയും നാളായിട്ട് നിങ്ങൾ ഈ ജനറൽ പീഡിപ്പിക്കപ്പെടുന്നു, എന്നിട്ടും തുടർന്ന് അതിനെന്താണ് നിങ്ങളൊരു പ്രതിവിധി കണ്ടേക്കണം? ശരിയാ, പുരുഷന്മാരാൽ നിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു, എന്താണ് നിങ്ങളുടെ പ്രതിവിധി പറ. ഞങ്ങളാണല്ലോ ഇവിടുത്തെ ഗവൺമെന്റ്, ഞങ്ങളാണല്ലോ നിയമം. അപ്പോഴും ഗവൺമെന്റ് ഇതാക്കണം. ഗവൺമെന്റ് പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ഗവൺമെന്റ്? ഞാൻ പറയാം, ഞാനിപ്പോ അല്ലല്ല, സ്ത്രീകൾ തന്നെ സ്വയം നമ്മുടെ കേസുകളൊക്കെ ഏറ്റെടുത്ത് നമുക്ക് തന്നെ പ്രതികാരം ചെയ്തിട്ട് ഇപ്പൊ എത്ര കേസുകളാണ് കാണുന്നത്. അമ്മ മകനെ കൊന്നതും, അല്ലെങ്കിൽ പ്രതികാരത്തിന്റെ പേരിൽ ഇപ്പൊ ഇന്നലെ നടന്ന കേസ്, ഇതൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് നിയമം കയ്യിലെടുക്കാൻ അവകാശം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ കുറ്റകൃത്യങ്ങൾ ഇല്ലാതാക്കാൻ ആദ്യം ആരാ നോക്കുക? സമൂഹം. അവരാദ്യം അതിൽ എങ്ങനെയാണ് പെൺകുട്ടികൾ റെസ്പെക്ട് ചെയ്യേണ്ടത് പഠിച്ചു വരണം. പറഞ്ഞെന്നറിയുന്ന എന്താ പറഞ്ഞ വെച്ചാല്, നിങ്ങൾ എന്തുകൊണ്ട് ഇതിനെ എതിർക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ഇതിനെ അതിജീവിക്കും? നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ പരിപാടി നിർത്തിക്കൂടാ? നിങ്ങൾ ഇതെന്തിനാ ഭയങ്കര എന്തോ വലിയ കാര്യമെന്ന് പറഞ്ഞ് കൊണ്ടു നടക്കണം? എന്തിനാണ്? നിങ്ങൾക്ക് എന്തുകൊണ്ട് മാറാൻ പറ്റില്ല? ഇന്ന് ഏത് കാലത്ത് സ്ത്രീകൾ തന്നെ മാറണം, ഇവർ തന്നെ എല്ലാം ചെയ്യണം, അല്ലെങ്കിൽ ഇവരിങ്ങനെ തന്നെ ഡെയിലി ചെയ്യുമെന്ന് വിചാരിച്ച് പേടിച്ചു നമ്മുടെ വീട്ടിലിരുന്ന് അല്ല, ഇപ്പൊ ഈ പറഞ്ഞു വരുന്നത് സ്ത്രീ സമൂഹത്തെ എപ്പോഴും മാറ്റി നിർത്താനാണ് ഇപ്പോഴും. അല്ല, ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈക്വാലിറ്റിന്റെ അർത്ഥം തുല്യത എന്നാണ് അർത്ഥം. അപ്പോ ഒരു കാട്ടിലാണെങ്കിലും തുല്യ ശക്തികളെ ഏറ്റുമുട്ടിയാൽ ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? അതിന്റെ പേരിൽ ആരും മാളത്തിൽ ഒളിക്കാറില്ല. തുല്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ എന്നാണ് അർത്ഥം. മനസ്സിലാവുന്നു? അപ്പൊ നിങ്ങൾ പറഞ്ഞ എല്ലാ അർത്ഥത്തിലും നിങ്ങൾ തുല്യരാണെന്ന് നിങ്ങൾ വാദിച്ചു.
അപ്പോ പിന്നെ അങ്ങനെ തുല്യരായ ഒരു ജെൻഡറിനെ നേരിടാൻ നിങ്ങൾക്ക് എന്താണ് മടി? അതിനും വേറെ 10 പേര് വേണോ, അല്ലെങ്കിൽ ഗവൺമെന്റ് വേണോ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് പ്രളയം വന്നു, നമുക്ക് പറയട്ടെ, നിങ്ങൾക്ക് പീഡനം മാത്രം മതിയോ? പ്രളയം പറയട്ടെ ഞങ്ങൾ പ്ലീസ്. പ്രളയം വന്നു, വേറെ വിഷയം ഇല്ല, പ്രളയം വന്നു, ഒരുപാട് ജനങ്ങൾ വീട്ടിൽ പെട്ടുപോയി. ആ സമയത്ത് അത്രയും വലിയ വെള്ളപ്പൊക്കത്തില് ഒരു ബോട്ടുമായിട്ട് ഒരു പറ്റം പുരുഷന്മാർ വരുവാണ് രക്ഷാപ്രവർത്തനത്തിന്. മനസ്സിലായി? രക്ഷാപ്രവർത്തനത്തിന് പിടിക്കാനൊന്നുമല്ല, റേപ്പ് ചെയ്യാനല്ല, മനസ്സിലാവുന്ന ബസ്സിൽ കയറി തോണ്ടാനും അല്ല. രക്ഷാപ്രവർത്തനത്തിന് പുരുഷന്മാര് വരുവാണ്. ആ ഒരു പ്രവൃത്തി ഒരു കൂട്ടം സ്ത്രീകൾ ഇതുപോലെ വന്ന് രക്ഷിക്കുന്നതാണ് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ഇവിടുന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നിട്ടുള്ള ആൾക്കാരെ രക്ഷാപ്രവർത്തനം, അതായത് നമ്മുടെ ഡോക്ടറായാലും നേഴ്സുമാരായിട്ടും വന്നിട്ടുള്ള സ്ത്രീ സമൂഹത്തിലുള്ള എന്തുകൊണ്ട് പുരുഷന്മാർ വന്നില്ല? ഞാൻ പറഞ്ഞത് എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ സ്ത്രീകളും വേണമെന്ന് പറയുമ്പോൾ ചില കാര്യങ്ങളിൽ സ്ത്രീകൾ ബ്രില്യന്റ് ആണ്. ഞങ്ങൾ സമ്മതിക്കുന്നത്. നമ്മൾ കാണാതെ പോയിട്ടുള്ള എത്ര സ്ത്രീകളെ സ്വന്തം കുടുംബത്തിലായാലും നാട്ടുകാരെ രക്ഷിച്ചില്ല. ഒരു പെൺകുട്ടി ആ സമയത്ത് ഒരു വാർത്ത നിങ്ങൾ ഇപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് കോണ്ടസ്റ്റ് മനസ്സിലാവുന്നു. ഇപ്പൊ ഒരു ബോക്സിംഗ് റിംഗില് ഒരു സ്ത്രീയെയും പുരുഷനെയും ഒരുമിച്ച് മത്സരിപ്പിച്ചാൽ അങ്ങനെ ഒരു സ്ഥിതിവിശേഷം നിങ്ങൾ അംഗീകരിക്കൂ? എന്താ നിങ്ങൾക്ക് ഞങ്ങൾക്കൊരു ഉത്തരവില്ലാണ്ടല്ല, അതിന്റെ ആഫ്റ്റർ എഫക്ട് ആലോചിക്കുമ്പോൾ പേടിയായി. ഇനി അതും അതും ഞങ്ങള് എന്ന് പറയൂ. ഗെയിമാണ്, അതിലല്ല പീഡനല്ല. പീഡനത്തിന് വേണ്ടി നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പീഡനം തന്നെ ആവും. മുതലെടുത്തിട്ടുണ്ടെങ്കിൽ അത് പീഡനം തന്നെയാണ്. എന്തുകൊണ്ടാണെങ്കിൽ നിങ്ങൾ പ്ലക്കാർഡ് പൊക്കാത്തത്? എന്താ ബോക്സിംഗ് റിംഗില് സ്ത്രീയുടെ ഒപ്പം പുരുഷനെ മത്സരിപ്പിക്കണം, അല്ലെങ്കിൽ ഓട്ട മത്സരത്തില് സ്ത്രീക്കൊപ്പം പുരുഷനും വരണം എന്ന് പ്ലക്കാർഡ് പൊക്കാത്തത് എന്തുകൊണ്ടെങ്കിൽ പറയും. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും വലിയ ഞങ്ങൾക്ക് മത്സരിക്കണം, ഒരുമിച്ച് എല്ലാം ചെയ്യണം എന്ന് പറഞ്ഞ ആൾക്കാർ എനിക്ക് എന്താ ഒരു പ്രതിഷേധം പോലും ഉയർത്താത്തത്? ഇത്രയും വിവരമുള്ള സ്ത്രീകളുടെ നാടല്ലേ ഇത്? എന്നിട്ട് എന്തുകൊണ്ടാണ് എനിക്ക് ഓട്ടോമാറ്റിക് ഉസൈൻ ബോൾട്ടിന്റെ പോടി ഉസൈൻ ബോൾട്ടിനെ വെട്ടണം എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ പോലും പറയാത്ത എന്തുകൊണ്ടാണ്? ഉസൈൻ ബോൾട്ടിന്റെ കൂടെ പറ്റിയില്ലെങ്കിൽ പോലും അതിന്റെ താഴെയുള്ള ആൾക്കാരുടെ കൂടെ ഒരുപാട് പേരുണ്ട്. നമ്മുടെ താഴെയുള്ള ഉണ്ട്, ഞങ്ങൾ റിസർച്ച് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ. പക്ഷെ അങ്ങനെ ആഗ്രഹമുള്ളവരുണ്ട്. ആരുണ്ട്? ഇപ്പൊ കൂടി ഈ ഡൊണാൾഡ് ട്രംപ് അടക്കം പറഞ്ഞിരിക്കുന്നത് സ്ത്രീകളുടെ ഗെയിംസിൽ നിന്ന് പുരുഷന്മാർ, അതായത് ഇപ്പൊ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള പുരുഷന്മാരാണെങ്കിലും ഇനി സ്ത്രീ ആണെന്ന് ഉണർന്ന ഏതെങ്കിലും എന്താണ് LGBTQIA++ എന്നൊക്കെ പറഞ്ഞ കുറെ വകഭേദങ്ങളുണ്ടല്ലോ, അതിലുള്ള ഏതെങ്കിലും ഒരു ആളാണെങ്കിലും ഒക്കെ മാറ്റി നിർത്തി സ്ത്രീകളുടേതായ രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് വിടണം എന്നുള്ളൊരു തീരുമാനങ്ങളാണ് എല്ലാ ഗവൺമെന്റുകളും എടുക്കുന്നത്. അല്ലാതെ ആണുങ്ങളെ കൂടി തന്നെ മിക്സ് ചെയ്തിട്ട് ക്രിക്കറ്റിലും ഫുട്ബോളിലും ബോക്സിങ്ങിലൊക്കെ ഇടണം എന്നുള്ളതല്ല. ഈ പറയുന്നത് തന്നെ നിങ്ങൾ ആലോചിച്ചേ, റൊണാൾഡോ, മെസ്സി ഇവരെ കൂടെയൊക്കെ സ്ത്രീ ഫുട്ബോളേഴ്സ് മത്സരിച്ച് ജയിക്കും എന്നാണോ പറയുന്നത്? അവസരം നൽകുന്നില്ലെന്നോ? ആരാണ് അവസരം തടഞ്ഞ? ആ വ്യക്തിയുടെ പേര് ഒരുമിച്ച് എന്താണ്, അയ്യോ എന്റെ കൂടെ ഇനി സ്ത്രീകളായിരിക്കും മത്സരിക്കാൻ വരുന്നതെന്ന് പറയുമ്പോ പലപ്പോഴും വന്നിട്ടുള്ള കമന്റുകളാണ്, ഇനിയിപ്പോ അത് ഗെയിമായിട്ട് മാറില്ല, വേറെ രീതിയിലേക്ക് മാറും. ഇപ്പൊ വന്നൊരു കമന്റ് ചെയ്യാൻ പറയാം. ഇപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞത് ബസ്സിൽ കയറി പുരുഷന്മാരെ അടുത്തിരിക്കുമ്പോ ഞങ്ങൾക്ക് സന്തോഷമാണ്, ഒരു സ്പർശനസുഖം കിട്ടുമല്ലോ. പുരുഷന്മാരല്ല ഇത് പറയുന്നത്, സ്ത്രീകളുടെ വിചാരം അത്. ഞങ്ങൾ അടുത്തിരിക്കുമ്പോ എഴുന്നേക്ക് നിങ്ങൾ എഴുന്നേക്ക്, സ്ത്രീകളുടെ സീറ്റ് അല്ലല്ല, സ്ത്രീകളുടെ സീറ്റിൽ ഞങ്ങൾ ഇരിക്കുമ്പോ അനുഭവങ്ങൾ എന്തനുഭവങ്ങൾ ഇപ്പോൾ പറയുന്നു. പെൺകുട്ടിയുടെ മാറിൽ ഇങ്ങനെയാണ് ടച്ച് ചെയ്യുന്നത്. അത് വളരെ അതൊക്കെ വികാരങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത മാനസിക വിഭ്രാന്തിയുള്ളവര്. സ്ത്രീയാണോ ഇങ്ങനെ നിങ്ങൾ? ഞാൻ പറയട്ടെ, ഒരു 13 വയസ്സുകാരനെ ഒരു ടീച്ചറോ ഏതോ ഒരു സ്ത്രീയോ കൊണ്ടുപോയി പലയിടങ്ങളിൽ വെച്ച് പീഡിപ്പിച്ച് ആ പെണ്ണിന്റെ മനസുഖം തീർത്തു. അപ്പൊ അത് ആ സ്ത്രീയെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയുക? നിങ്ങളിപ്പോ ഒരു എക്സാമ്പിൾ അല്ലേ പറഞ്ഞു? അപ്പൊ ആ സ്ത്രീ നിങ്ങൾ എങ്ങനെ ആയിരിക്കും? ചെറിയ കുട്ടികളെ 6, 7 പ്രായമുള്ള ചെറിയ കുട്ടികളെ 1, 2 അല്ല, നമ്മൾ എത്ര കേസുകൾ കണ്ടിട്ടുണ്ട്. സ്ത്രീകളും പീഡിപ്പിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളെ. ഇവിടെ ലെസ്ബെയിൻസ് ഉണ്ട്, സ്ത്രീകളെ തന്നെ സ്ത്രീകൾ പീഡിപ്പിക്കുന്നുണ്ട്.
മേധാവിത്വം, സ്ത്രീകളുടെ ഇതും കുറ്റകൃത്യം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ എന്നല്ല ബസ്സിലും ഞങ്ങൾ കുറ്റകൃത്യമാണ്, അതെ. ബസ്സിലും കുറ്റകൃത്യമാണ്. എല്ലാം കുറ്റകൃത്യമാണ്. ആ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പാടില്ല. പക്ഷേ വേണ്ടത് ഇക്വാലിറ്റി എന്ന് പറയുന്ന സാധനത്തെ ഞങ്ങൾ പറയുന്നത്. ഞാനും അത് നിങ്ങൾ പറയുന്നത് നിങ്ങളാണ് പീഡനത്തിലേക്ക് വരുന്നത്, ഞാനല്ല പീഡനത്തിലേക്ക് വരുന്നത്. നിങ്ങൾ എപ്പോഴും സ്ത്രീകളുടെ വിഷയം പറയുമ്പോൾ പീഡിപ്പിക്കപ്പെടുന്നു, റേപ്പ് ചെയ്യപ്പെടുന്നു, സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. ഞങ്ങൾ പറഞ്ഞില്ലേ കൺസ്ട്രക്ഷൻ വർക്ക്, ഉസൈൻ ബോൾട്ടിന്റെ ഓട്ടം, അതുപോലെ വിരാട് കോഹ്ലിയുടെ സെഞ്ചുറി, അതുപോലെ റൊണാൾഡോന്റെ ഗോള്, ഇതൊക്കെ ഞങ്ങൾ പറയുന്നത്. ഇവരുടെ കൂടെ തന്നെ മത്സരിക്കണം എന്നൊന്നും ഞങ്ങൾ നിങ്ങൾ വലിയ സ്ത്രീകളായിട്ട് പറയുന്നുണ്ടല്ലോ. ഏതെങ്കിലും ഒരു സ്ത്രീ ഫുട്ബോളറുടെ പേര് നിങ്ങൾക്ക് അറിയോ? അറിയോ? നിങ്ങൾ സ്ത്രീകൾക്ക് തന്നെ നിങ്ങളെ വിലയില്ല. ഒരു പോട്ടെ, സ്ത്രീകളുടെ ക്രിക്കറ്ററുടെ പേരറിയോ? ഒരു ക്രിക്കറ്റ് കളിക്കാരായിട്ടുള്ള ഒരു സ്ത്രീ ഒന്ന് ടീമിൽ 11 പേരുണ്ട്. പിന്നെ 2 പറ, ബാക്കി പറ 2 പറഞ്ഞു, ബാക്കി പറ. അല്ലല്ല, നിനക്ക് ഇഷ്ടമുള്ള സ്പോർട്സ് ഏതാ പറ. സ്പോർട്സ് എനിക്ക് അത്രയ്ക്ക് അറിയത്തില്ല. ശരി, എങ്കിൽ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിനെ കുറിച്ച് സംസാരിക്കാം. അവിടെയുള്ള സ്ത്രീകളെ കുറിച്ച് പറ. ഓക്കെ, താങ്കൾ പറയും എയറോനോട്ടിക്കലുള്ള ഒരു ബോയ്സിന്റെ പേര് പറയും. എനിക്ക് ഒരുപാട് പേരറിയാം. ഒരാളുടെ പേര് പറയും. ഞാൻ പറയാം, ഒരുപാട് പേര് ഞാൻ പറയാം. അല്ല, ഞാൻ പറയാം. എനിക്ക് ആ വിഷയം ഒട്ടും താല്പര്യം, എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ആ വിഷയം നിനക്ക് അറിയാവുന്ന ഒരു വിഷയം പറയാം. എനിക്ക് അറിയാവുന്ന ഒരു വിഷയത്തിൽ ഞാൻ പറയാം. എനിക്കിപ്പോ ക്രിക്കറ്റ് കളിക്കാർ 11 പേരും പേരറിയാം, ഫുട്ബോളിക്കാർ പേരറിയാം. നീ അതൊക്കെ ചോദിക്കും. നീ ഏതെങ്കിലും അല്ലല്ല സബ്ജക്ട് മാറ്റില്ല. എനിക്ക് അറിയാത്തൊരു കാര്യം, ഇപ്പൊ മാത്തമാറ്റിക്സിലെ ഒരു ഇക്വേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞൂടാ. ഇപ്പൊ എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ഞാൻ നിന്നോടാ ചോദിച്ചു, നിനക്ക് അറിയാവുന്ന ഒരു കാര്യം പറയാന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോ പറയാം. നിനക്ക് അറിയാവുന്ന ഒരു മേഖല പറ. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കറിയാവുന്ന ഒരു മേഖല ഞാൻ പറയാം, അതിലെ പുരുഷന്മാരെ കുറിച്ച് ഞാൻ പറയാം. നിനക്ക് അറിയാവുന്ന ഒരു മേഖല പറ, ഏതെങ്കിലും മേഖല പറ. സിനിമ മേഖല പറയുകയാണെങ്കിൽ ഓക്കെ, സിനിമ മേഖല, അതിൽ എഡിറ്റേഴ്സ് ആയിട്ടുള്ള ഒരു 5 പേരെ പേര് പറ. സിനിമാ മേഖല എന്ന് പറഞ്ഞാൽ നടിമാരെന്ന് പറഞ്ഞാൽ എല്ലാ പുരുഷന്മാരും അറിയാം. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോ നിങ്ങൾ പറയുന്ന ഈ ഫീൽഡുകളുണ്ടല്ലോ, ഇപ്പൊ നീ 2 പേരും എന്നോട് തർക്കിച്ചത് ഈ പറയുന്ന പോലെ സ്പോർട്സിലും ക്രിക്കറ്റിലും ഫുട്ബോളിലും ഒക്കെ തുല്യത വരണമെന്നാണ്. ആക്ച്വലി നിങ്ങൾ തർക്കുമ്പോ ആ ഫീൽഡിനെ കുറിച്ചെങ്കിലും അറിയണ്ടേ? അറിയണ്ടേ? ആ ഫീൽഡിനെ കുറിച്ച് അറിയണം. ആ ഫീൽഡിൽ ആരൊക്കെ ഉണ്ട്, ആരൊക്കെ ഇല്ല എന്നുള്ളത് അറിയണം. ഇപ്പൊ നിങ്ങൾക്ക് സിനിമ നടിമാർ എല്ലാവർക്കും അറിയാം ലോകത്തുള്ള. അല്ല, അതിലെ സംവിധായകരെ എടുക്കാം, വിധു വിൻസെന്റ് എന്ന് പറയുന്ന ഒരാള്. കാരണം ഇതെല്ലാം വളരെ റെയർ ആയിട്ട് അതിന്റെ അകത്തുള്ളൂ. ഞാൻ പറയട്ടെ, ഇവരാ അല്ല ആരാ പ്രശ്നം? നിങ്ങളാ പ്രശ്നം. നിങ്ങൾക്ക് ഒരു അംബീഷൻ ഇല്ലാത്ത പ്രശ്നം, പാഷൻ ഇല്ലാത്ത പ്രശ്നം. നിങ്ങൾക്ക് അടിച്ചമർത്തപ്പെടുന്ന സമൂഹത്തിൽ വിധു വിൻസെന്റ് എങ്ങനെയാ വന്നേ? ഞാൻ പറയട്ടെ, അഞ്ജലി മേനോൻ എങ്ങനെയാ വന്നേ? റയർ കേസ്. ഇതൊക്കെ എനിക്ക് നിയമപരമായിട്ടുള്ള പരിരക്ഷ നിങ്ങൾക്കുണ്ട്. നിയമപരമായ എല്ലാ പരിരക്ഷയും സ്ത്രീകൾക്ക് അനുകൂലമായിട്ടാണ്. ഇപ്പൊ നിങ്ങൾ പറയുകയാണെങ്കിൽ എന്നെ ഒരാൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആൾക്ക് പ്രൂഫ് പോലും ഇല്ലാണ്ട് അവനെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. പ്രൂഫ് ഉണ്ട്, നിങ്ങളുടെ വാക്കാണ് പ്രൂഫ്. പിന്നീട് അയാളെ നാണം കെടുത്തി അയാളെ പണ്ടാറടക്കി കോടതിയുടെ വിധി വരുന്നത് വരെ അയാളെ മൊത്തത്തിൽ അധിക്ഷേപിച്ചിട്ട് വേണം അത് സത്യമാണോ നുണയാണോ എന്നൊക്കെ തിരിച്ചറിയാൻ. അതുവരെ ഒരു സ്ത്രീയുടെ കൂടെ തന്നെയാണ് എല്ലാ സിസ്റ്റവും, ഇവനെല്ലാവരും. മനസ്സിലാവുന്നുണ്ട്? നേരെ മറിച്ച് ഒരു പുരുഷൻ പറയാണ് ഇന്ന സ്ത്രീയാൽ പീഡിപ്പിക്കപ്പെട്ടു, അല്ലെങ്കിൽ ഇന്ന സ്ത്രീയാൽ, ഇവൻ പുരുഷന്മാരടക്കം കളിയാക്കിയുള്ളൂ അവനെ. നിയമത്തിന്റെ ഒരു പരീക്ഷ ഉണ്ടാവില്ല. ഈ പോലീസ് സ്റ്റേഷനിൽ പോലും ചെന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ പോകാറും കൂടി ഇല്ല. അല്ല, പക്ഷെ എന്തായാലും പറഞ്ഞു. പക്ഷെ പുരുഷന്മാര് എന്ന് പറഞ്ഞാല് അതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ജെൻഡർ തന്നെയാണ്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും, കാരണം ഞങ്ങളുടെ ഇമോഷൻസും ഞങ്ങളുടെ ഈ പറയുന്ന എല്ലാ, ഇപ്പൊ ഞങ്ങളുടെ എന്ത് എബിലിറ്റീസ് ഉണ്ടെന്ന് പറയുമ്പോഴും ഇപ്പോ ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു 2ാം ഘടകങ്ങളായിട്ട് തന്നെയാണ് ഇപ്പൊ പരിഗണിക്കപ്പെടുന്നത്. മനസ്സിലാവുന്നത്? അത് ഇതൊക്കെ വന്നാൽ നിങ്ങൾക്കാണ് എല്ലാ നിയമങ്ങളും. എന്നിട്ടും നിങ്ങൾക്ക് എന്തൊക്കെ പറയാം, എന്തൊക്കെയാണ് നിങ്ങൾക്ക് മാറ്റേണ്ടത്? എന്തൊക്കെയാണ്? നിങ്ങൾ ഒരാളെ തടഞ്ഞിരുത്തുന്നു, ആ വ്യക്തിയുടെ പേര് പറഞ്ഞ് നിങ്ങളൊരു വീട്ടാ മതി. ഇപ്പൊ നിങ്ങൾ സിനിമയിൽ തന്നെ ഇയാൾ കടത്തുന്നില്ല എന്ന് പറഞ്ഞൊരു വീട്ടാ മതി. അപ്പൊ തന്നെ അയാളെ അവിടെ നിന്ന് പുറത്താക്കുക. ഇത്രയും നിങ്ങൾക്ക് സെക്യൂർഡ് ആയിട്ടുള്ള നിയമങ്ങളുള്ള കാലഘട്ടത്തിൽ നിങ്ങൾ ഇപ്പോഴും പറയണം അടിച്ചമർത്തുകയാണ്, കേറ്റുന്നില്ല, പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ. എന്തക്രമം? നിങ്ങൾ ഇപ്പോഴും വീണ്ടും റേപ്പ് കേസിലിടും, പീഡന കേസിലിടും. അവരൊന്ന് ഇപ്പോഴും താഴെ കിടക്കണം, മുകളിലോട്ട് വന്നിട്ടില്ല, അധികം ആൾക്കാർ അറിഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ടാണ്? എന്തറിഞ്ഞിട്ടില്ല? അത് നിങ്ങൾക്ക് കാരണം അത്രയും വരാത്ത ഇത്രയും അക്ഷയ് ഇപ്പൊ പറഞ്ഞു എന്താണ് എല്ലാവർക്കും നല്ല രീതിയിലുള്ള പോസിബിലിറ്റീസ് ആയിട്ടുള്ള കുറെ നിയമങ്ങളുണ്ട്, എല്ലാവർക്കും മുന്നിലോട്ട് വരാൻ അവർക്ക് മുന്നിലോട്ട് വരാൻ കഴിയുന്നില്ല. കാരണങ്ങളൊന്നും പറ, എനിക്ക് സ്പെസിഫിക് ആയിട്ട് സ്ത്രീകൾക്ക്
കൊണ്ട് മുന്നോട്ട് വരാൻ ഈ കാലത്തും പറ്റുന്നില്ല? ഒന്ന് കാരണം നമ്മൾ പറയാം. ഈ ചർച്ച തുടങ്ങിയപ്പോ തന്നെ അക്ഷയ് പറഞ്ഞു തുടങ്ങിയത് തന്നെ സ്ത്രീകൾ എന്ന് പറയുന്നതിന്റെ ദൗർബല്യം മെന്റലി മാത്രം അവരെ എപ്പോഴും അല്ലല്ല, അതായത് അത് അതല്ലല്ല, അത് ശ്രുതി പറഞ്ഞു. അല്ലല്ല, അത് ഏത് എല്ലാ കാര്യത്തിലും ഒരു വീക്കാണ്. അത് ഏത് ഏത് കോണ്ടസ്റ്റിൽ പറഞ്ഞു എന്ന് പറയണം. ശ്രുതി പറഞ്ഞു ബസ്സിൽ കയറുമ്പോ ഇങ്ങനെ ഒരാൾ കൊണ്ടുന്നു, എങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും, പീഡിപ്പിക്കപ്പെടുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു ഇത്രയും ദുർബലകളാണോ എന്ന് ചോദിച്ചു. അല്ലാണ്ട് സ്ത്രീകൾ ദുർബലകളാണെന്നുള്ളതല്ല പറഞ്ഞത്. ഈ ഒരു സാധനം തന്നെ, കാരണം സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ദുർബലര് എന്നൊരു ടൈറ്റിൽ വരുന്നുണ്ട്. ഇത് തന്നെയാണ് ഇപ്പൊ മമ്മൂട്ടി സാർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിധുവൻസിന്റെ ഒരു സിനിമ ചെയ്യുന്നതിന് മുന്നേ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് സ്ത്രീകളുടെ സിനിമ എന്തുകൊണ്ട് ചൂസ് ചെയ്തു എന്ന് ഒരു അവതാരകൻ ചോദിച്ചപ്പോ സ്ത്രീ ആയതുകൊണ്ടല്ല, അതൊരു നല്ലൊരു സിനിമയാണ്, ഒരു ഡയറക്ടർ എന്ന രീതിയിൽ ഞാൻ കണ്ടിട്ടുള്ളൂ എന്ന്. കാരണം ആ ഒരു ക്വസ്റ്റ്യൻ അവിടെ വന്നു, സ്ത്രീ ആയതുകൊണ്ട് എന്തുകൊണ്ട്, ബോയ് ആയിരുന്നെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നില്ലല്ലോ, എന്തുകൊണ്ട്? നിങ്ങളിപ്പൊ തന്നെ ഓരോരുത്തരുടെ പേരുകൾ പറഞ്ഞില്ലേ, വളരെ റെയർ ആയിട്ടുള്ള ആളുകളുടെ പേരുകൾ. ഒരു സ്ത്രീ വരുമ്പോ അത് ചരിത്രമാവുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ. പുരുഷന്മാര് സിനിമ ചെയ്യാന്ന് പറഞ്ഞ പുതിയ കാര്യമൊന്നുമല്ല, മനസ്സിലാവുന്നുണ്ടോ? അല്ല, പ്രശ്നമല്ല അത്, അതൊരു അവസരമാണ്. ഇപ്പൊ ഒരാൾ വന്നല്ലോ എന്നല്ല നിങ്ങൾ പറയുന്നത്, ഒരാളെ വന്നുള്ളൂ എന്നാ നിങ്ങൾ പറയുന്നത്. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾക്കിപ്പോ ഒരാൾ വന്നു, ഒരു മാർഗം കാണിച്ചു തന്നു. ഇപ്പൊ ഡോക്ടർ BR അംബേദ്കർ അത്രയും ഒരു താഴ്ന്ന കാസ്റ്റിൽ കിടന്നുകൊണ്ട് അദ്ദേഹം ഓരോ ഡോക്ടറേറ്റും ഓരോ വിദ്യാഭ്യാസത്തിന്റെ ഓരോ അച്ചീവ്മെന്റ് ആയിട്ട് നേടിയെടുത്തു. പക്ഷെ ഒരു അംബേദ്കറിൽ ഉള്ളൂ എന്നല്ല പറയേണ്ടത്. അദ്ദേഹത്തിന് നേടാമെങ്കിൽ നമ്മൾ പരിശ്രമിച്ചാൽ നമുക്ക് നേടാനുള്ള ഒരു വഴിയാണ് അദ്ദേഹം ഒരുക്കി തന്നത്. ഇപ്പൊ വിധു വിൻസെന്റോ അഞ്ജലി ഇവരൊക്കെ അവസരങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോഴും നിങ്ങൾ പറയുന്നത് ആ ഒരാളല്ലേ ഉള്ളൂ, ബാക്കിയുള്ള സമൂഹം അടിച്ചമർത്താത്തോണ്ടല്ല. ഈ പറഞ്ഞ അഞ്ജലി മേനോന്റെ എത്ര, വിധു വിൻസെന്റിന്റെ എത്രയോ, ഈ പറയുന്ന ആളുകളുടെ അത്രയും കഴിവ് ബാക്കിയുള്ളവർക്ക് ഇല്ലാത്തോണ്ടാ, അത്രയും മെന്റൽ സ്ട്രെങ്ത് ഇല്ലാത്തോണ്ട്. അവരോട് പോയി ചോദിക്കും എങ്ങനെ നിങ്ങൾ വന്നു, അവരുടെ ഇന്റർവ്യൂ ഒക്കെ ഇരുന്ന് കാണും. ഒരു മെന്റൽ പവർ എടുക്കുക. ഇപ്പോഴും ചബല ദുർബലകളാണെന്നുള്ള കേൾക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെ ഇരിക്കല്ലേ എന്നാ ഞാൻ പറയട്ടെ. താങ്കൾ പറയുന്നത് 99% ഒരു ഇങ്ങനെ ചബലകളാണെന്ന് പറഞ്ഞിരിക്കുന്നത് 1% ആൾക്കാർ മാത്രമേ ഇങ്ങനെ ഉള്ളൂ എന്നാണ് പറയുന്നത്. അല്ലല്ല, സാഹചര്യം ഇല്ല. എന്താ സാഹചര്യം? കാരണം സാഹചര്യം തന്നെ എന്തില്ലേ, എന്ത് പുരുഷാധിപത്യം വ്യക്തമായിട്ടോ. ഇപ്പൊ ഒരു കാര്യം ഇപ്പൊ സിനിമ ഫീൽഡ് എടുക്കാം. അടുത്തായിട്ടാണ് നമ്മൾ സ്ത്രീകളാണെങ്കിലും കുറച്ചും കൂടി ഡെവലപ്പ് ആയിട്ട് ഓരോ ഫീൽഡിലോട്ട് വരുന്നത്, വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിന്റെ ഇടയ്ക്കാണ് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം മറ്റേ സമസ്തയിലൊരു അദ്ദേഹം പറയുന്നുണ്ടായി, സ്ത്രീയും പുരുഷനും ഒരുമിച്ച് വ്യായാമം ചെയ്യാൻ പാടില്ല. അതൊക്കെ അവരുടെ മതചിന്തകളാണ്, അതൊന്നും സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. മതചിന്തകളിലാണ് ഈ പുരുഷനും സ്ത്രീയും ഉള്ളത്. മതചിന്തകളാണ് മുസ്ലിം സ്ത്രീകൾ ഒരുപാട് പേര് റയർ കേസുകൾ. നിങ്ങൾ ശബ്ദം ഉയർത്തേണ്ട എന്തിനാണെന്നറിയോ? ഇപ്പൊ മുസ്ലിം സ്ത്രീകള് അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ പറഞ്ഞില്ലേ, അതുപോലെ ഇപ്പോഴും ആണുങ്ങളാൽ അല്ലെങ്കിൽ ഏതെങ്കിലും മതത്താൽ അല്ലെങ്കിൽ ഏതെങ്കിലും സിസ്റ്റത്താലൊക്കെ അടിച്ചമർത്തലുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ അവരുടെ ശബ്ദം റേസ് ചെയ്യിക്കാൻ വേണ്ടിയുള്ള മൂവ്മെന്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ തുടങ്ങും. നിങ്ങൾക്ക് അപ്പോൾ കാണാം പുരുഷന്മാര് നിങ്ങളുടെ സപ്പോർട്ട് നിൽക്കുന്ന അപ്പോൾ കാണാം. ശബരിമലയിൽ പോവാൻ എത്ര പുരുഷന്മാരാണ് സപ്പോർട്ട് ചെയ്തത് സ്ത്രീകളെ? എല്ലാവരും കൂടി സ്ത്രീകളെ ആക്ഷേപിക്കുക, അവരുടെ വീടുകളിൽ പോയിട്ട് ആ വീട് കയ്യേറുന്ന ഒരു അവസരം ഉണ്ടായിരുന്നു. ശബരിമലയിലെ കോണ്ടസ്റ്റ് ആദ്യം മനസ്സിലാക്കണം. ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ ഇപ്പൊ സെന്റ് തെരേസാസ് എന്ന് പറഞ്ഞ വുമൻസ് കോളേജ് അല്ലേ? ഇവിടെ ഇപ്പൊ ഞാൻ കുറച്ച് ആണുങ്ങളെയും കൂട്ടിട്ട് വരികയാണ്. സെന്റ് തെരേസാസിൽ നാളെ മുതൽ ഞങ്ങൾ ആണുങ്ങളെയും കയറ്റണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ മാനേജ്മെന്റ് എന്നോട് എന്ത് പറയും? അത് പറയൂ. കോളേജ് സ്ത്രീകൾക്ക് ഞങ്ങൾ പറയുന്നത് എല്ലാവരും ഒരുമിച്ച് അല്ലല്ല, ഞാൻ ചോദിച്ചതിന് ഉത്തരം നിങ്ങൾ സ്കിപ്പായി പോലെ. നീ ഇപ്പൊ ശബരിമലയിലെ കാര്യം ശബരിമലയിൽ വന്നപ്പോ ആണുങ്ങൾ സപ്പോർട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞു വന്നു. ശബരിമലയിൽ ഒരു റൂളുണ്ട്. ഇപ്പോ സെന്റ് തെരേസാസ് കോളേജിലെ പോലെ അത് വുമൻസ് കോളേജ് ആണ്. അവിടെ വുമൻസ് കോളേജേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചോക്ലേറ്റ് സിനിമയിലൊക്കെ പോലെ ഒരാൾക്ക് കൊടുക്കാമെന്ന് നമുക്കറിയില്ല. പക്ഷെ സെന്റ് തെരേസാസ് എന്നുള്ളൊരു വുമൻസ് കോളേജിൽ അവിടെ വുമൻസ് മാത്രമേ പഠിക്കുള്ളൂ എന്നുള്ളത് ആ കോളേജിന്റെ റൂളാണ്. ആ കോളേജിന്റെ റൂളിനെതിരെ ഒരു പുരുഷന്മാരും പ്ലക്കാർഡ് പൊക്കിയിട്ടില്ല. മനസ്സിലായി? അതുപോലെ അത് പൊക്കണം എന്നുള്ളതല്ല, അതൊരു റൂളാണ്. സ്ത്രീകളായിട്ട് തന്നെ അല്ലെങ്കിൽ സ്ത്രീകളുടെ കോളേജിൽ ഉണ്ടാക്കി വെച്ച റൂളാണ്. എന്നിട്ട് പറയട്ടെ, ശബരിമലയുടെ വിഷയം വരുമ്പോ അതിലൊരു പരിധിയുണ്ട്. അതിലിപ്പോ 10 വയസ്സിൽ താഴെ അല്ലെങ്കിൽ ഒരു 50-60 വയസ്സിന് മുകളിൽ ഇവർക്കൊന്നും ഒരു റെസ്ട്രിക്ഷൻസോ ഒന്നുമില്ല. അവിടെ ഒരു ഡേറ്റ് അവരുടെ ഒരു ആചാരമാണ്. ഇത്രയും വയസ്സിലുള്ള അതേതൊരു കൺസെപ്റ്റ് ആണത്. ആ കൺസെപ്റ്റിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു ക്ഷേത്രമാണത്. മനസ്സിലാവും? അത് വിശ്വാസികളായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണത്. അവിശ്വാസികളോടെ പോകണമെന്ന് പോലും ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? എത്തിസ്റ്റുകൾ എന്തിനാണ് തർക്കം കാണിച്ചിട്ട് എത്തിസ്റ്റുകൾ വരുന്നത്? അവര് പോകണമെന്നില്ല. അപ്പോ അങ്ങനെ നിയമമുള്ളൊരു സ്ഥലത്ത്
നമ്മള് ആ നിയമം ലംഘിച്ചുകൊണ്ട് കുറെ സ്ത്രീകൾ പ്രവേശിക്കണം എന്ന് പറയുന്നത് എന്ത് ലോജിക്കാണ്? അങ്ങനെയാണെങ്കിലുള്ള ലോജിക്കാണ് ഞാൻ പറഞ്ഞത്. സെന്റ് തെരേസാസ് പോലുള്ള വുമൻസ് കോളേജിൽ ആണുങ്ങൾ പറയുന്ന ഒരു പ്ലക്കാർഡ് ഞാൻ പൊക്കെയാണെന്ന് വിചാരിക്കും, ഞാനായിരിക്കും ഏറ്റവും വലിയ പരിഹാസ കഥാപാത്രം. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ അതിനെ എങ്ങനെ ന്യായീകരിക്കും? സെന്റ് തെരേസാസിൽ എനിക്ക് പഠിക്കണം, എങ്ങനെ അതിന്റെ ഭരണഘടന മാറ്റി? ഞാനത് സപ്പോർട്ട് ചെയ്യും. ചേട്ടന്റെ കൂടെ ഞങ്ങൾ വരണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. പുരുഷന് ഒരു കോളേജ്, സ്ത്രീകൾക്ക് ഒരു കോളേജ് എന്നത് വേണമെന്നല്ല ഞങ്ങൾ പറയുന്നത്. രണ്ടുപേർക്കും അവിടെ. അപ്പോ സെന്റ് തെരേസാസിൽ ഇനി പുരുഷന്മാരും വേണമെന്നാണ് ഈ പറയുന്ന സൂര്യ പറയുന്നത്, പറയുന്നത്. അതിനെയാണ് ഇക്വാലിറ്റി എന്ന് പറയുന്നത്. അല്ല പുരുഷൻ അവിടെയും സ്ത്രീകൾക്ക് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുറെ പേര് വന്നിട്ട് അങ്ങനെയാണ് നിങ്ങൾ ആദ്യം ബസ്സിൽ ആ റിസർവേഷൻ എടുത്താണ് എന്ത് ബസ്സിലെ റിസർവേഷൻ? നിങ്ങൾ അതല്ല പറഞ്ഞത്. ഞങ്ങൾ സീറ്റിലിരിക്കുമ്പോ പുരുഷന്മാർ വരും, തോണ്ടും, കെട്ടിപ്പിടിക്കും, ഇതൊക്കെയാണ് നിങ്ങൾ പറഞ്ഞത്. അതുകൊണ്ടല്ല നിങ്ങൾക്ക് സുരക്ഷ നൽകണം. നിങ്ങൾക്ക് സുരക്ഷിത നിങ്ങൾ അയ്യോ കൊണ്ടാണ് ദുർബലകളാണോ എന്ന് ചോദിച്ചത്. നിങ്ങൾക്ക് ഞങ്ങൾ സുരക്ഷ തരണോ? ഞങ്ങൾ സുരക്ഷ തരണോ നിങ്ങൾക്ക്? ഞങ്ങൾ തൊടാൻ പോലും വരുന്നില്ല, പരിസരത്തേ വന്നില്ല. ഇനി ഞങ്ങൾ സുരക്ഷ തരണോ? പീഡിപ്പിക്കപ്പെടുമോ എന്നൊരു പേടിയാണ്, പേടിയാണ്. ഞാൻ ഒരു ആണുങ്ങൾ പേടിപ്പിക്കുന്ന തരത്തിലേക്ക് നിങ്ങൾ വളരെ ജയിക്കുന്നതല്ല. നിങ്ങൾക്കിപ്പോ നമ്മൊരു കാട്ടുപന്നി ഉണ്ടെന്ന് വിചാരിക്കും, ഒരു കാട്ടില്. ആ കാടിന്റെ അടുത്താണ് നമ്മുടെ വീട്. അപ്പൊ ആ കാട്ടുപന്നിനെ പ്രതിരോധിക്കാനുള്ള ഒരു മാർഗം നമ്മൾ നോക്കൂലേ? കാര്യങ്ങൾ പഠിക്കണ്ടേ? അല്ലാതെ ഞങ്ങൾക്ക് ഒരിക്കലും ഒരു ചർച്ച തുടങ്ങി എത്ര സമയത്ത് ഒരിക്കലും ഒരു പുരുഷനെ ഞങ്ങൾക്ക് ഇങ്ങനെ പീഡിപ്പിച്ചിട്ട് ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾക്ക് അങ്ങനെ അവകാശവാദങ്ങൾ ഞങ്ങൾ ഉപയോഗിക്കില്ല. നിങ്ങൾ ഇപ്പോഴും പറയണത് ആ പീഡനം ഒന്ന് വിട്ടുപിടി. ശരിയാണ്, കുറെ നാറുകളായിട്ടുള്ള പുരുഷനെ സ്ത്രീകളെ പീഡിപ്പിക്കുന്നുണ്ട്. അത് അവരുടെ വൃത്തികേടാണത്. അത് നിയമപരം, അത് അവര് ക്രിമിനൽസ് ആണ്, ആക്സെപ്റ്റ് ചെയ്യുന്നു. കുറ്റകൃത്യമാണ്, ക്രിമിനൽസ് ആണ്, അവർക്ക് തക്ക ശിക്ഷ കൊടുക്കണം. തീർച്ചയായിട്ടും ബോയ്സിന് പ്രത്യേകമായിട്ട് സീറ്റ് അത് വേണ്ട. ഇങ്ങനെയുള്ള അല്ല ഞാൻ ഇപ്പൊ അല്ലല്ലേ ഇയാളെപ്പോലുള്ളതല്ല. ഞാൻ പറയട്ടെ ഒരു കാര്യം പറഞ്ഞു, ഇപ്പോഴും എന്നോട് പറഞ്ഞു അതിനു വേണ്ടിയിട്ടാണ് കരാട്ട പഠിക്കുന്നത്, കളരി പഠിക്കുന്നതൊക്കെ സ്ത്രീകൾ. അല്ല ഇപ്പൊ പുരുഷന്മാരെ നേരിടാൻ വേണ്ടി നിങ്ങൾക്ക് കരാട്ട പഠിക്കണം, കളരി പഠിക്കണം. ഒരു കളരിയും പഠിക്കാത്തവന്മാരാണ് പീഡിപ്പിക്കുന്നത്, ഒരു കരാട്ടയും പഠിക്കാത്തവന്മാരാണ് ഈ പീഡിപ്പിക്കുന്നത്. പക്ഷെ അവന്മാരെ നേരിടാൻ നിങ്ങൾക്ക് കരാട്ട പഠിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യത്യാസമാണ് ഞാൻ പറയുന്നത്. മനസ്സിലായോ? അതല്ലാണ്ട് നിങ്ങളെ പീഡിപ്പിച്ചോട്ടെ എന്നുള്ളതല്ല. അത് നിങ്ങൾക്ക് പുരുഷനെ നേരിടണമെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും നിങ്ങൾക്ക് പഠിക്കണം. പക്ഷെ ഈ പറഞ്ഞ നാടൻ തല്ലാവുന്നവന്മാരാ അങ്ങോട്ട് ഓരോന്ന് പീഡിപ്പിക്കാനൊക്കെ വരുന്നത്. ബയോളജി പരമായിട്ട് രണ്ടുപേരും ഡിഫറെന്റ് ആയിട്ടുള്ള അതാണ് പറഞ്ഞു വന്നത്. സമാധാനം പറഞ്ഞില്ലേ? അതാണ് ടോപ്പിക്. ബയോളജി പരമായിട്ട് നിങ്ങൾ ഡിഫറെന്റ് ആണ്. ഈക്വാലിറ്റി എന്തിന്റെ അടിസ്ഥാനത്തിൽ? തൊഴിലിടത്തിൽ വേണം, വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ വേണം, കരിയറിന്റെ കാര്യത്തിൽ വേണം. അതല്ലാതെ ഉസൈൻ ബോൾട്ടിന്റെ ഒപ്പം ഒരു സ്ത്രീനെ മത്സരിപ്പിക്കണം, അല്ലെങ്കിൽ വിരാട് കോഹ്ലിക്കൊപ്പം ഓപ്പണറായിട്ട് ഒരു സ്ത്രീനെ ഇറക്കണം എന്നൊക്കെ പറയണ പൊട്ടത്തരങ്ങൾ മിണ്ടാണ്ടിരിക്കുക. ഇങ്ങനെ സംഭവിക്കില്ല എന്ന് നമുക്ക് ഭാവിയില് ഉസൈൻ ബോൾട്ടിന്റെ റെക്കോർഡ് ഒരു സ്ത്രീ വെട്ടിക്കും. സ്ത്രീ തന്നെ വെട്ടിക്കണേ, അല്ലാണ്ട് പുരുഷന്മാര് സ്ത്രീകളായ ഒരു കൂട്ടമുണ്ട് ഇപ്പോ. അവര് വന്നിട്ട് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പറയരുത്, കാരണം അവര് പുരുഷന്മാരാ. LGBTQI+ ആ കമ്മ്യൂണിറ്റിയിലുള്ള ഏതെങ്കിലും ഒരുത്തനാണോ ഉണ്ടാക്കണമെങ്കിൽ അത് ഒരുത്തനാണ്. മനസ്സിലാവുന്നുണ്ടോ? കുറെ പേരുണ്ട് പെണ്ണുങ്ങളാണെന്നൊക്കെ. പിന്നീട് നിങ്ങൾ തന്നെ എന്ത് ബയോളജിക്കൽ ഇങ്ങനെ നിങ്ങൾ പുരുഷന്മാരാവും. എന്നിട്ട് ഉസൈൻ ബോൾട്ടിനെ പോലെ ഓടിച്ചു കാണിക്കും. എനിക്ക് സ്ത്രീ ആയിട്ട് തന്നെ തുടരാനോ താല്പര്യം. അപ്പൊ പിന്നെ സ്ത്രീകളാകുന്ന പുരുഷന്മാരെ വെച്ചിട്ട് നിങ്ങൾ ഗെയിംസ് ജയിക്കരുത്. എന്നിട്ട് അത് സ്ത്രീയാണെന്ന് പറഞ്ഞ അഭിമാനം കൊള്ളരുത്. അല്ല അഭിഷേപിക്കല്ല. ഞാൻ ചലഞ്ചായിട്ട് തന്നെ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പോയി ജയിച്ചേനെ. ഞാനിപ്പോ പറയുന്നത് സ്ത്രീകളായിട്ട് എക്സും വൈയും, എക്സ് ആണ് വൈ പെണ്ണ്, ഈ എക്സും വൈയും തമ്മിലുള്ള കോമ്പറ്റീഷനിൽ രണ്ടും കൂടിയ തരത്തിലുള്ള ആളുകളെ ചേർത്തിട്ട് അവരെന്തോ അച്ചീവ്മെന്റ് ഉണ്ടായിട്ട് വലിയ കാര്യമായിട്ട് പറയരുത്. പെണ്ണുങ്ങൾക്ക് ഉസൈൻ ബോൾട്ടിനെ വെട്ടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അല്ലാതെ ട്രാൻസ്ജെൻഡറുകൾക്കോ LGBTQI+ കമ്മ്യൂണിറ്റി വന്ന ആൾക്കാർക്കോ ഉസൈൻ ബോൾട്ടിനെ തോപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതല്ല എന്റെ ചോദ്യം. അതുകൊണ്ട് അവര് പറയല്ലേ പറ്റുന്നവരും വരട്ടെ, കാലം ഇപ്പോഴും നിങ്ങൾക്ക് കാലം വരണം. ഇപ്പൊ കൂടി ഓട്ട മത്സരം നടപ്പുണ്ടോ എവിടെയെങ്കിലും? പോയി വെട്ടിക്ക്. ഇപ്പോഴും കാലം വരണം. ഇനി ഏത് കാലത്താ വരാൻ പോണേ? മുൻപോട്ട് സ്ത്രീകൾ എവിടെയും വരെ മുമ്പോട്ട് വരും. എനിക്ക് മനസ്സിലാവും.
നമ്മുടെ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ എടുത്തിട്ടാ ഇന്നവനാണ് എന്നെ തടയുന്നത്, ഇന്ന ആളാണ് എന്നെ പീഡിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞിട്ടാ എല്ലാവരും കൂടി അവനെ അകത്താക്കുന്ന ഒരു സിസ്റ്റം ഇവിടെ ഉണ്ട്. ഇനി നിങ്ങൾക്ക് എന്ത് സ്വാതന്ത്ര്യമാണ് സ്ത്രീകൾക്ക് വേണ്ടത് മുന്നോട്ട് വരാൻ? നിങ്ങൾക്ക് പാഷൻ ഇല്ല, കരിയറിനെ കുറിച്ച് ബോധമില്ല, മറ്റുള്ളവരുടെ ചെലവിൽ കഴിയുക. അത് അച്ഛന്റെ ചെലവിലായിരിക്കാം, ഭർത്താവിന്റെ ചെലവിലായിരിക്കാം, കാമുകന്റെ ചെലവിലായിരിക്കാം. അതൊക്കെ യൂസ്ഡായി നിങ്ങൾക്ക് ഒട്ടും പാഷൻ ഇല്ല. അതാണ് പ്രശ്നം. ഇപ്പോഴത്തെ തലമുറയിലെ പെൺകുട്ടികളെ അങ്ങനെ എടുത്ത് കാണിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴത്തെ തലമുറ ഇപ്പൊ കഞ്ചാവ് അടിച്ച് നടക്കണം. കഞ്ചാവ് അടിച്ച് നടക്കുന്ന പുരുഷന്മാരാണ് ഇപ്പൊ സിഗരറ്റും അല്ല, ഏറ്റവും കൂടുതൽ സ്ത്രീകളാ. റിപ്പോർട്ട് പുറത്തുനിന്നുണ്ട് പുതിയത്. അതായത് എറണാകുളം പോലുള്ള സിറ്റിയിലടക്കം ഏറ്റവും കൂടുതലായിട്ട് ലഹരി ഉപയോഗിക്കുന്നവരെ കണക്കിൽ സ്ത്രീകൾ മുമ്പിൽ വരുന്ന സാഹചര്യം. അത് ശരിയല്ലോ. ഇപ്പൊ ഈ അടുത്ത കാലത്ത് അമ്മേനെ കൊലപ്പെടുത്തിയ ആഷിഖ് എന്ന് പറയുന്നത് പെൺകുട്ടിയാണ് ലഹരി ഉപയോഗിച്ചിട്ട്. അതെ അതെ. അല്ലല്ല, ലഹരി ഉപയോഗിച്ചിട്ട് സ്ത്രീകൾ കൊലപ്പെടുത്തൂല. സ്ത്രീകൾ എവിടെയെങ്കിലും ഉറങ്ങിക്കിടപ്പുണ്ടാവും. അത് പൊക്കിക്കൊണ്ട് ആണുങ്ങൾ തന്നെ പൊക്കിക്കൊണ്ട് പോകണം. അല്ല പിന്നെ അപ്പൊ നിങ്ങൾ വലിയ പറയണം, കൊലപ്പെടുത്തുന്നതിന് വലിയ എന്നാണ് പറയുന്നത്. അല്ലല്ല, ഒരു കാര്യം പറഞ്ഞു, ഒരു കാര്യം. നിങ്ങൾ ഇങ്ങനെ വളച്ചൊടിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് പീഡനത്തിലും കൊലപാതകത്തിലും തന്നെ നിൽക്കാം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരുന്നു എന്ന് വിചാരിക്കാം. മദ്യപിക്കാനുള്ള സ്വാതന്ത്ര്യം, രാത്രി പുറത്തോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം, ഇതൊക്കെ എന്തിനാ ഞങ്ങൾ തരേണ്ടത്? നിങ്ങൾ നേടിയെടുത്തതല്ലേ അത്? നിങ്ങൾ നിയമപരമായി നേടിയെടുത്ത കാര്യങ്ങളാണ്. ഇനി പുരുഷൻ തരണം, പുരുഷൻ മാറണം, പുരുഷൻ അവിടെ നിന്ന് മാറിയാലും ഞങ്ങൾ കയറുള്ളൂ. എന്ത് അങ്ങനത്തെ ഞാൻ ഒരു കാര്യം പറയാം, ഞങ്ങൾ ഒരിക്കലും മദ്യപിക്കാൻ വേണ്ടി എന്താ ആരെങ്കിലും നിങ്ങള് സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യുവാണ്. പുരുഷന്മാര് പണ്ട് മുതലേ ദുരുപയോഗം ചെയ്യുവാണ്. പക്ഷെ നിങ്ങളും കൂടി കാറ്റഗറിയിലോട്ടായി. MDMA, ഡ്രഗ്സ്, സിന്തറ്റിക് ഡ്രഗ്സ്, കള്ളുകുടി, കഞ്ചാവടി, ആൽക്കഹോള്, സിഗരറ്റ്, ഇതെല്ലാത്തിലും ഇപ്പൊ നിങ്ങൾ തുല്യത കൊണ്ടുവരുന്നുണ്ട്. കാരണം ആണുങ്ങൾക്കൊപ്പം എത്താൻ വേണ്ടി കുറെ സ്ത്രീകൾ നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട്. അത് എറണാകുളത്തും തിരുവനന്തപുരത്തും ബാംഗ്ലൂരും മുംബൈയിലൊക്കെ നല്ലോണം കാണുന്നുണ്ട്. അതിൽ മാത്രമല്ല നിങ്ങൾ മുമ്പിൽ വരേണ്ടത്. അത്ലറ്റിക്സില്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ സെക്ടറില്, അതുപോലെ തന്നെ മന്ത്രിസഭകളില്, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പുരുഷന്മാർ ആധിപത്യം സ്ഥാപിക്കുന്നു നിങ്ങൾ പറയുന്ന ആ ഇടങ്ങളെല്ലാം വരണം. അല്ലാണ്ട് ഇതുപോലുള്ള കാര്യങ്ങളല്ല ആഗ്രഹിക്കുന്നു. അല്ലാതെ ഞങ്ങൾക്ക് പബ്ലിക്കായിട്ട് മദ്യപിക്കണമെന്നോ സിഗരറ്റ് വലിക്കണമെന്നോ MDMA യൂസ് ചെയ്യണമെന്ന് ഞങ്ങൾ ആരും പറയുന്നില്ല. നിനക്ക് ആഗ്രഹം ഉണ്ടാവില്ല, ഇവൾക്കും ആഗ്രഹം ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെയുള്ള ദുരുപയോഗം ഞാൻ പറയട്ടെ, അങ്ങനെ ഇപ്പൊ സ്ത്രീകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനർത്ഥം കുറെ കൂടി സമൂഹ സ്വാതന്ത്ര്യമായി എന്നല്ലേ? അല്ലെ? സമൂഹം കുറെ കൂടി ഇപ്പൊ രാത്രി ഒരു പെണ്ണിന് ഡ്രഗ്സ് അടിക്കാനും അല്ലെങ്കിൽ MDMA അടിക്കാനും കള്ളും കഞ്ചാവും എവിടെയെങ്കിലും കിടക്കാനും പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? സമൂഹം കുറച്ചും കൂടി സ്വാതന്ത്ര്യമായി മാറി. അതിന് ഘട്ടം ഘട്ടോട്ടല്ലേ ഇനിയും സ്വാതന്ത്ര്യമാകാൻ പറ്റുള്ളൂ, അല്ലെ? അപ്പൊ ആ സാഹചര്യം നിങ്ങൾ ഇങ്ങനെ ഉപയോഗിക്കാതെ, അല്ലല്ല ഇങ്ങനെ കുറച്ച് കാറ്റഗറിയല്ല, ഇങ്ങനെ ഉപയോഗിക്കാതെ നിങ്ങൾ കുറച്ചുകൂടി കരിയർ ഓറിയന്റഡ് ആയിട്ട് ഉപയോഗിക്കൂ. കളക്ടർ ആവാൻ നോക്കൂ, പോലീസ് ആവാൻ നോക്കൂ, സിനിമാക്കാരി ആവാൻ നോക്കൂ, മന്ത്രി ആവാൻ നോക്കൂ. നടക്കുന്നുണ്ട് ഇവിടെ. പക്ഷെ ഏറ്റവും കൂടുതൽ പേര് ഈ പറഞ്ഞ പോലെ ഡ്രഗ്സിനും മറ്റൊക്കെ അടിമ എറണാകുളത്ത് രാത്രി ജീവിതങ്ങൾ എൻജോയ് ചെയ്യുന്ന ആളുകളുണ്ട്. ഇല്ലെന്നല്ല, അതാണ് കൂടുതൽ. അപ്പൊ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം പുരുഷന്മാർ ചെയ്യുന്നുണ്ട്. കാരണം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ജോലിക്ക് പോകുന്ന ഒരുപാട് പേരിൽ കുറച്ച് ശതമാനമാണ് ഈ പറഞ്ഞ ശതമാനം. മനസ്സിലാക്കി ഞാൻ പറയട്ടെ, പുരുഷനെ ഇപ്പൊ ഞാൻ പറയാം. അതായത് ഞാൻ പറയാം, ഇവിടെ ലോകത്ത് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഏത് സെക്ടറിലായാലും, ഇപ്പൊ ഈ പറയുന്ന സ്ഥാപനത്തിലായാലും, മാതൃഭൂമിയിലായാലും, മനോരമയിലായാലും, ഏത് സെക്ടറിലായാലും, മന്ത്രിസഭയിലായാലും അവിടെ കൂടുതലുള്ളത് പുരുഷന്മാർ തന്നെയാണ്. അല്ലാതെ മദ്യപിക്കുന്ന കഞ്ചാവ് അടിക്കുന്ന ആൾക്കാരല്ല കൂടുതൽ. പക്ഷെ നിങ്ങൾ നോക്കിക്കോ, ഈ സെക്ടറിലൊന്നും ഇല്ലാത്ത തരത്തിൽ നിങ്ങൾ എല്ലാ സെക്ടറും കൂടി കണക്കാക്കിക്കോ. ലഹരി ഉപയോഗിക്കുന്ന സ്ത്രീകളാണോ, ഏതെങ്കിലും കരിയർ അച്ചീവ് ചെയ്ത സ്ത്രീകളാണോ ഏറ്റവും മുമ്പതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണക്കെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ലഹരി ഉപയോഗിക്കുന്ന സ്ത്രീകളാണ് മുമ്പന്തിയിൽ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടും നിങ്ങൾ ഇങ്ങനെയാണ് ദുരുപയോഗം ചെയ്യുന്നത്. പക്ഷേ പുരുഷന് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനെന്താ കുടുംബം നോക്കണം, ഒരു വീട് വെക്കണം, കല്യാണം കഴിക്കണം. ഇതെല്ലാം അവന്റെ തലയിലാണ്, ചെലവുകൾ അവന്റെ തലയിലാണ്. ആ കാലഘട്ടം പോയി. ഇപ്പൊ സ്ത്രീകളും എങ്കിലും നിങ്ങൾ വീട് വെച്ചിട്ട് കല്യാണം കഴിക്കും. അതൊരു ജോലി വേണ്ടേ? അതിനനുസരിച്ചുള്ള കഷ്ടപ്പെടണ്ടേ? ഞങ്ങൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഞങ്ങൾ ഒരിക്കലും പുരുഷന്റെ താഴെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഭർത്താവിന്റെ ശമ്പളം കൊണ്ട് ജീവിക്കണം വീട് നോക്കണം എന്നൊരു കൺസെപ്റ്റ് വെച്ചിട്ട് വരുന്നുണ്ട്. പക്ഷെ വളരെ വളരെ വിരളമാണ്. വളരെ വളരെ വിരളമാണ്. ഇപ്പോഴും വിരളമാണ്. അതായത് നിങ്ങൾ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളെ എന്തെങ്കിലും നിങ്ങൾക്ക് ഭയങ്കര വിശപ്പ്, പണ്ടാറടങ്ങി വിശന്ന് പണ്ടാറടങ്ങിയിരിക്കും എന്ന് വിചാരിക്കും. ഭയങ്കര വിശപ്പാണ് നിങ്ങൾക്ക്, ഭയങ്കര
ചെന്ന് കൊടല് കരിഞ്ഞിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് നിങ്ങൾ തുറന്നു വിടുകയാണ്. നിങ്ങളപ്പോ നേരെ പോയിട്ട് എന്താണ് ഡ്രഗ്സും കഞ്ചാവും കള്ള് ഷാപ്പിലോട്ടാണ് നിങ്ങൾ പോവാ? എങ്ങോട്ടാ പോവാ? നിങ്ങൾ ആ വിശപ്പോറ്റല്ലേ. അപ്പൊ നിങ്ങളെ അടച്ച് എന്താണ് അധിക്ഷേപിച്ച് നിങ്ങൾ അടിച്ചമർത്തിച്ചിരിക്കുന്നു എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അച്ചീവ് ചെയ്യണ്ടേ? തീർച്ചയായിട്ടും. പക്ഷെ ഇന്നത്തെ തലമുറയെ വെച്ച് നോക്കുമ്പോ കുറച്ചു പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. അതില്ലാന്നല്ല നിങ്ങൾ പറയുന്നത്. കുറച്ചു പേരല്ല, കുറെ അധികം പേര് ചെയ്യുന്നില്ല എന്നല്ല പറയുന്നത്. പക്ഷെ അതിലെല്ലാവരും എല്ലാ സ്ത്രീകളും അതിനകത്ത് എല്ലാ സ്ത്രീകളെ ആരും കാറ്ററിപ്പെടുത്തുന്നില്ല. പക്ഷെ നിങ്ങളിപ്പോ നിങ്ങളിപ്പോഴും ഒന്ന് ആലോചിച്ചു, നിങ്ങളൊരു പബ്ബിൽ നിങ്ങൾ ആരും തടയുന്നില്ല. നിങ്ങളിപ്പോ ഒരു കൊച്ചിയിലോ എറണാകുളത്തോ നിങ്ങൾ ഇങ്ങനെ കൂത്താടി നടക്കുന്നതിലും നിങ്ങൾ ആരും തടയുന്നില്ല. പറയട്ടെ, ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഒന്ന് കേൾക്കും. അതെ, പറഞ്ഞു വന്ന പോയിന്റ്. നിങ്ങളെ ഈ പബ്ബിലാരും തടയുന്നില്ല. ഇപ്പൊ ഫോർട്ട് കൊച്ചി, എറണാകുളം അങ്ങനെയുള്ള മേഖലകളിൽ നിങ്ങൾ കൂത്താടി നടക്കുന്നതൊന്നും തടയുന്നില്ല. പക്ഷെ നിങ്ങൾ പറയുന്നു നിങ്ങൾ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങളെ തടയുന്നു. എവിടെയാണ് നിങ്ങളെ തടയുന്നത്? ആരാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നത്? ഇന്ന് രാത്രി നമ്മള് രാത്രി ഒന്ന് ബസ് കയറി പോയെന്ന് വിചാരിച്ചോ, പേടിയല്ലേ നമുക്ക് രണ്ടുപേരും? അതെന്താ പേടി? കാരണം പറയൂ. പുരുഷന്മാരെ പേടിയാണ്. നമ്മളെ എത്തരത്തിലാണ് നോക്കുന്നത്, ആ ഒരു നോട്ടത്തിൽ തന്നെ നമുക്ക് ആ പേടി വരും. എന്നിട്ട് ഇപ്പൊ അടുത്ത് വന്നിരുന്ന നിങ്ങളപ്പോ ഇപ്പൊ പീഡിപ്പിക്കപ്പെടുന്നുള്ള മൂടിലാണ് ജീവിക്കണേ. ശരിക്കും എങ്കിൽ ഒരു കാര്യം ചെയ്യും, ആ മാനസികാവസ്ഥ മാറ്റിവെക്ക്. ഇപ്പൊ ഈ പറഞ്ഞ പബ്ബിലും മറ്റൊക്കെ പോകാൻ നിങ്ങൾക്ക് പേടിയില്ലേ? അതല്ല, ഞാനൊരു കാര്യം പറയാം. അവിടെ പേടിയില്ലേ? ബസ്സിൽ കയറി മാത്രമേ പേടിയുള്ളൂ. ഇപ്പൊ ഫോട്ടോ വെച്ച് അവിടെ ഇവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് 1 മണി 2 മണി 3 മണി 4 മണി വരെയൊക്കെ സ്ത്രീകളെ നിങ്ങൾക്ക് കാണാം. അവർക്കില്ലാത്ത പേടി എന്തിനാ നിങ്ങൾക്ക്? ഞാനൊരു കാര്യം പറയാം. ബസ്സിൽ പോവാൻ പേടി. അങ്ങനെയാണെങ്കിൽ ഒരുപാട് ഞങ്ങൾക്കും പേടിയുണ്ട് ബസ്സിൽ പോവാൻ രാത്രി കാലത്ത്. സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാര്. ഞങ്ങൾക്ക് പേടിയുണ്ട് പുരുഷന്മാര്. പിന്നെ സ്ത്രീകളുടെ ചില അംഗവിക്ഷേപങ്ങളുള്ള പുരുഷന്മാർ ചിലപ്പോൾ ഞങ്ങൾ ഉപദ്രവിച്ചെന്നിരിക്കാം. പുരുഷന്മാരും ആക്രമിക്കപ്പെടുന്നുണ്ട്. ഇരിക്കാം എന്നല്ല, പുരുഷന്മാരും ആക്രമിക്കപ്പെടുന്നുണ്ട്. സ്ത്രീകൾക്കാണ് നമുക്കല്ല കൂടുതൽ പേടി. നമ്മുടെ വീട്ടിൽ നിന്ന് എടുക്കാം ഒരു പെൺകുട്ടിയെ, നമ്മുടെ ഒരു അനിയത്തി അല്ലെങ്കിൽ നമ്മുടെ ഒരു അമ്മ ആരാണെങ്കിലും 12 മണിക്ക് ശേഷം രാത്രി ഒറ്റയ്ക്ക് നിങ്ങൾക്കൊക്കെ പറഞ്ഞേക്കാനെ അതുപോലെ തന്നെ ധൈര്യം ഉണ്ടോ ഇല്ലയോ? ഞാനെന്തിനാ അവർക്ക് സ്വാതന്ത്ര്യം, അവർ പോട്ടെ, ഞാനെന്തിനാ അവർക്ക് ധൈര്യം കൊടുക്കണേ? അല്ല, ഉള്ള കാര്യങ്ങളൊക്കെ സ്ത്രീനെ തടഞ്ഞിരുന്ന പുരുഷൻ. ഇപ്പൊ ഞങ്ങള് പോകണ്ടെന്ന് പറഞ്ഞാൽ ആഹാ സ്ത്രീ സ്വാതന്ത്ര്യത്തെ നിഷേധിച്ചു. പോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഞങ്ങൾ പീഡിപ്പിക്കപ്പെടണമല്ലേ? ഇപ്പൊ ഞങ്ങൾ എന്ത് നിലപാടെടുക്കും? ഞങ്ങൾ എന്ത് നിലപാടെടുക്കും പറ? ഇപ്പൊ രാത്രിയാല് നിലപാടല്ല. 12 മണിക്ക് ഞങ്ങളിപ്പോ ഒരു വീട്ടിലുള്ള ഒരു സ്ത്രീ 12 മണിക്ക് വീട്ടിലുള്ള സ്ത്രീ ചോദിക്കുകയാണ് ഞങ്ങൾ പുറത്തോട്ട് പോകുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ചോദിക്കോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഞങ്ങൾ മിണ്ടാണ്ടിരുന്നാ പറഞ്ഞു നിങ്ങളെങ്ങാടേലും പോകും. സമ്മതിക്കില്ല, അത് വേറെ കാര്യം. 12 മണിക്ക് ശേഷം പെൺകുട്ടി എനിക്കൊരു കുഴപ്പമില്ല, എവിടെയെങ്കിലും പോട്ടെ. ആ വർത്തമാനങ്ങൾ എവിടെയെങ്കിലും അപ്പൊ പോകണമെന്നും കിട്ടും. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? പറ, നീ പറ, എന്ത് ചെയ്യണം? എന്റെ ഒരു പെങ്ങളോ എന്റെ ഒരു വീട്ടിലൊരു സ്ത്രീയോ ചോദിക്കുകയാണ് ഞാൻ ഇന്ന സ്ഥലത്ത് പോയിക്കോട്ടെ. ഒന്നാമത്തെ കാര്യം ചോദിക്കേണ്ട ആവശ്യമേ ഇല്ല. അതാണ് ഒന്നാമത്തെ കാര്യം, ചോദിക്കേണ്ട ആവശ്യം. സപ്പോസ് ഇനി ചോദിച്ചു എന്ന് വിചാരിക്കും, ഞാൻ എന്ത് നിലപാട് കൊടുക്കണം? എന്ത് നിലപാട് കൊടുക്കണം? പറ. എക്സ്കേപ്പ് ചെയ്യല്ലേ? എന്ത് നിലപാട് കൊടുക്കണം? ഞാൻ ഒരു കാര്യം പറട്ടെ, ഏറ്റവും കൂടുതൽ നല്ലവരും മോശപ്പെട്ടവരും സ്ത്രീകളിലുണ്ട്, പുരുഷന്മാരിലുണ്ട്. അല്ലാതെ പുരുഷന്മാരും മൊത്തം മോശപ്പെട്ടവര്, സ്ത്രീകൾ മൊത്തം എന്തോ വലിയ സംഭവം എന്ന് പറയില്ല. ഞങ്ങളത് പറയുന്നില്ല. ഞങ്ങൾ പറയുന്നത് പ്രാക്ടിക്കലി നമ്മുടെ ലൈഫിൽ ആ ഒരു ഇക്വാലിറ്റി എന്ന് പറയുന്ന സാധനം വരണം. അല്ലാതെ ഗേൾസ് മാത്രമായിട്ട് ബോയ്സിന് മാത്രമായിട്ട് എന്ന് പറഞ്ഞ ഒരു ജെൻഡർ അതിനെ അങ്ങനെ മാറ്റി നിർത്താൻ. അതെ, ഇനി വുമൺസ് കോളേജിൽ പുരുഷന്മാരെയും കേട്ടണം. അതെ, കേട്ടണം. എല്ലായിടത്തും ആ ഒരു ഇക്വാലിറ്റി നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തുല്യത ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ വെറുതെ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഇപ്പൊ പറഞ്ഞതുപോലെ വെറുതെ എന്ന് പറഞ്ഞിട്ട് കണ്ണടച്ച് ഇരുട്ടാക്കുന്ന രീതിയിലാണ് ഫോളോ ചെയ്ത് പോകുന്നത്. എന്തായാലും ബയോളജിക്കലി ആണും പെണ്ണും രണ്ടാണ്. അല്ല, ഒരു ഡോക്ടറിന്റെ അടുത്ത് എന്നിട്ട് ഞാൻ ആണാണെന്നൊരു പെണ്ണ് പറഞ്ഞ ഡോക്ടർ ഇറങ്ങി പോകാൻ പറയും. അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ എന്താ എനിക്കൊരു ഫീലിംഗ് ഉണ്ടായാണെന്നൊക്കെ പറഞ്ഞ പോലെ സർജറി ഒക്കെ ചെയ്ത് ട്രാൻസ്ജെൻഡറോ അങ്ങനെ എന്തെങ്കിലും ആവണമെങ്കിൽ ആയിക്കോ. അതല്ലാതെ ആണും പെണ്ണും ബയോളജിക്കലി ഡിഫറെന്റ് ആണ്. പിന്നെ ഇവര് പറയുന്ന ഈ ഈക്വാലിറ്റി എന്നുള്ളത് പറയേണ്ടത് തൊഴിലിടങ്ങളില്, അല്ലെ സാമൂഹിക അവസ്ഥകളില്, സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനത്തില്, അല്ലെങ്കിൽ സാലറി അടിസ്ഥാനത്തില്, ഇത്തരത്തിലുള്ള കാര്യമാണ് ഒരു തുല്യത വരേണ്ടത്. അല്ലാതെ
കായികക്ഷമതയിലോ ആരോഗ്യപരമായ കാര്യങ്ങളിലോ അല്ലെങ്കിൽ രണ്ട് ജെൻഡറുകള് അല്ല രണ്ട് ജെൻഡറുകൾ സെയിം ആണെന്ന് വാദിക്കുന്നതിലോ ഒന്നും അല്ല. ഇതാണ് ഇപ്പൊ സംഭവിച്ചത്. എന്ത് സംഭവിച്ചത്? ഇതിപ്പോ എന്താ അവസാനം ന്യായത്തിന്റെ പക്ഷം. എന്ത് ന്യായം? ഞാൻ ന്യായമല്ലേ പറഞ്ഞേ? അത് സയന്റിഫിക്കലി ഞാൻ ന്യായമല്ലേ പറഞ്ഞേ? ഇതാണ് സംഭവം, ഇതാണ് വിഷയം. ഇത് തന്നെയാണ്. ഇങ്ങനെ സംഭവിക്കട്ടെ, ഇന്ന കാറ്റഗറികളിൽ മാത്രമായിട്ടാണ് ഞങ്ങൾക്ക് വേണ്ടത്. അങ്ങനെ എല്ലായിടത്തും നല്ല കാര്യങ്ങൾ നടക്കട്ടെ, സ്ത്രീകൾ മുമ്പോട്ട് വരട്ടെ, പുരുഷനൊപ്പം തന്നെ എന്താ വരട്ടെ, രണ്ടുപേരും ഈക്വൽ ആയിട്ട് ഒരു ജോലി ചെയ്ത് കുടുംബജീവിതം മുമ്പോട്ട് പോട്ടെ. അത് തന്നെ വേണ്ടത്. അല്ലാതെ പുരുഷനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു പുരുഷനും അല്ലാതെ ഒരു ജീവിതമാകുമ്പോൾ രണ്ടുപേർക്കും അതിൽ ഈക്വൽ സ്ഥാനമുണ്ട്. അങ്ങനെ മുമ്പോട്ട് പോകട്ടെ. അത് സ്ത്രീകളോട് പറയാനുള്ളത്, ഇപ്പൊ ഒരുപാട് സ്ത്രീകൾ ഒരുപാട് അടിച്ചമർത്തലുകളിലൂടെ നേടിയെടുത്ത സ്വാതന്ത്ര്യമാണ് ഇപ്പൊ ഓരോ സ്ത്രീയും അനുഭവിക്കുന്നത്. അപ്പൊ ആ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം മിസ്യൂസ് ചെയ്യാതെ നമ്മൾ ഏറ്റവും നല്ല കരിയറും സെൽഫ് ഇൻഡിപെൻഡന്റും ആയിട്ട് നമ്മൾ ലൈഫിൽ ഫൈനാൻഷ്യലി സെറ്റിൽ ആവാൻ നോക്കുക. ഒരു സ്വന്തമായ ഒരു വീട്, സ്വന്തമായ ഒരു കാറ്, അങ്ങനെ ഫൈനാൻഷ്യലി ഇപ്പൊ കാലാകാലങ്ങളായിട്ട് പുരുഷന്മാർ സെറ്റിൽ ആവുന്ന പോലെ സ്ത്രീകൾ ഇവന് സെറ്റിൽ ആവാൻ നോക്കുക. അല്ലാതെ പുരുഷന്മാരുടെ ദുശീലങ്ങളല്ല പഠിക്കേണ്ടത്. ഡ്രഗ്സ് ഉപയോഗിക്കുക, സിഗരറ്റ് ഉപയോഗിക്കുക, അത് മാത്രത്തിൽ നിങ്ങൾ പുരുഷന്മാരെ തോപ്പിക്കാൻ നോക്കരുത്. നിങ്ങൾ കരിയർ ഓറിയന്റഡ് ആയിട്ട് പുരുഷന്മാരെ തോപ്പിക്കാൻ നോക്കുക. ആ കാര്യത്തിൽ തോപ്പിക്കാൻ ഇപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പുരുഷന്മാരോടുള്ള നിങ്ങൾ കാലാകാലമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുന്ന കുറച്ച് നിയമങ്ങളുണ്ട്. നിങ്ങൾ കറക്റ്റ് വലിക്കുന്നതും മദ്യപിക്കുന്നതും എന്തോ വലിയ കാര്യമായിട്ട് ഞാൻ വലിക്കാറില്ല, ഞാനൊന്നും വലിക്കാറില്ല, ഞാൻ കള്ളു കുടിക്കാറില്ല. എല്ലാവരും എടുത്ത് പറയട്ടെ, എല്ലാവരും കൂടി പറഞ്ഞു ഞാനാ കൂട്ടത്തിൽ പെടൂലേ? ഞാൻ കുടിക്കാറില്ല. സമൂഹത്തോട് കള്ളു കുടിക്കണവരോട് പറഞ്ഞു, എന്റെ അടുത്ത് പുരുഷ സമൂഹത്തോട് പറയരുത്. സ്ത്രീകൾ ഇങ്ങനെ പല മേഖലകളിലും ഉയർന്നു വരട്ടെ. അതുപോലെ തന്നെ ഈ പുരുഷന്മാർ ഇങ്ങനെയുള്ള ഓരോ ദുരുപയോഗം അവർ കുറെ കാലങ്ങളായിട്ട് ഇത് തന്നെ ഫോളോ ചെയ്യുന്നത്. അവർക്ക് എന്തോ വലിയ എന്തോ കിട്ടിയ പോലുള്ള ഒരു മൊമെന്റ് ആണ് അവർക്ക്. അത് ഈ കള്ളു കുടിക്കുന്നതും അല്ലെങ്കിൽ ഒരു മൊമെന്റിലൊക്കെ സാധാരണ ഒരു കാര്യം പുരുഷനെ സംബന്ധിച്ച്. ഒരു പെണ്ണ് കുടിക്കുമ്പോഴാണ് എന്തോ വലിയ സംഭവം പോലെ. അയ്യോ പെണ്ണ് കുടിച്ചോ നിങ്ങളുടെ വീട്ടിലുള്ള അമ്മമാര് തന്നെ ചോദിക്കും. പുരുഷന്മാർക്ക് ഈ മദ്യപാനം അതുപോലെ MDMA ഇതൊക്കെ സാധാരണ ഒരു അങ്ങനെയല്ല, പുരുഷന്മാർക്ക് ആരും നിഷേധിച്ചിട്ടില്ല. സ്ത്രീ വന്നിട്ട് നിങ്ങൾ അത് അടിച്ചമർത്തിയിട്ടില്ല, നിങ്ങൾ പറയുന്ന പോലെ സ്ത്രീകളെയുള്ള അടിച്ചമർത്തിയത്. അതെ, പുരുഷന്മാർക്ക് സ്ത്രീകൾക്ക് നിങ്ങൾ ലഹരി പീഡനം എന്നൊക്കെ വിട്ടിട്ട് കാര്യങ്ങൾ ലഹരി അതുപോലെ മറ്റ് നമ്മളെ ഈ എന്താ പറയാ സ്ഥാനമാനങ്ങള് നല്ല രീതിയിൽ ജീവിതം മുമ്പോട്ട് പോകട്ടെ. രണ്ടുപേരുടെ, സ്ത്രീയുടെയും പുരുഷന്റെയും പീഡനങ്ങളൊന്നും ഇല്ലാതെ സ്ത്രീകളെ ആണെങ്കിൽ സ്വന്തം എന്താ പറയാ സഹോദരിമാരെ പോലെ കണ്ട്, അല്ലെങ്കിൽ ഞങ്ങള് സഹോദരിമാരെ പോലെ തന്നെ കാണണം, അല്ലാണ്ട് റേപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാപനമായിട്ടൊന്നുമല്ല കാണുന്നത്. പിന്നെ നിങ്ങളെങ്കിൽ സഹോദരന്മാരെന്ന് വിളിച്ച് ശീലിക്കൂ. ബെസ്റ്റ് എന്നും ബെസ്റ്റ് ഫ്രണ്ട് എന്നും ഫ്രണ്ട് എന്നും നീ എന്റെ ബ്രദർ അല്ലടാന്നൊക്കെ ഉള്ള ടോപ്പിക്സ് നിർത്തൂ. നിങ്ങൾ സഹോദരന്മാരെ എന്ന് ആദ്യമേ തന്നെ വിളിക്കൂ, പ്രശ്നം തീരും. തീർച്ചയായിട്ടും ഒരു പ്രശ്നവും ഇല്ല. ഞങ്ങൾ സഹോദരിമാരെ തന്നെ വിളിക്കും, നിങ്ങളും വിളിച്ചു പഠിക്കൂ. ബെസ്റ്റ് അല്ലെങ്കിൽ മറ്റേ അത് ഇതെന്നൊക്കെ നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്നത്. തീർച്ചയായിട്ടും ഉണ്ടാവും, ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ലോകത്ത് എല്ലാവരും പീഡിപ്പിക്കപ്പെടും. പിന്നെന്താ പറയണേ, പുരുഷന്മാരും പീഡിപ്പിക്കുന്നവർ വരുന്ന കുറെ ന്യൂസ് അങ്ങനെയൊക്കെ സ്വന്തം ബന്ധങ്ങളൊക്കെ മറന്ന് ഒരുപാട് ആക്രമണാസക്തരാവുന്നു, കൊലപാതകങ്ങൾ നടക്കുന്നു, ലഹരിക്ക് അടിമയായിട്ട് ഒരുപാട് കാട്ടിക്കൂട്ടലുകൾ നമ്മൾ കാണുന്ന നിരന്തരം ന്യൂസുകളിലൊക്കെ കാണുന്നതാണ്. അത്തരത്തിൽ തെറ്റിപ്പോവാതെ സ്ത്രീകളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ലഹരിപരമായിട്ടും ഇപ്പൊ ഒരു അഡൾട്ട് നീ ആലോചിക്കുക. ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പൊ സ്ത്രീകൾ തന്നെയാണ് പല കാര്യങ്ങളും ഭയങ്കര മോശമായിട്ട് സ്ത്രീകളെ ചിത്രീകരിക്കുന്നത്. അഡൾട്ട് സീരീസ് ഉണ്ട്, യസ്മ എന്ന് പറഞ്ഞ സീരീസ്. ഈ യസ്മ സീരീസ് പോലും ഡയറക്ട് ചെയ്യുന്നത് ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയാണ് ബാക്കിയുള്ള സ്ത്രീകളെ കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യിക്കുന്നത്. അല്ല, ബോയ്സ് എന്ത് ഒരു സ്ത്രീയാണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അവരുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചാണ്ടോ? അല്ല, ഒന്ന് ആലോചിക്കുക. അപ്പൊ സ്ത്രീകൾ തന്നെയാണ് ഇപ്പൊ ഈ കൂടുതൽ കാര്യങ്ങളിൽ പ്രൊമോട്ട് ചെയ്യുന്നത്. റേപ്പൊക്കെ കൂടുതലേ ഉള്ളൂ. സ്ത്രീ തന്നെയാണ് അതെല്ലാം ചെയ്യുന്നത്. എന്തോ വലിയ പരിപാവനമായ കാര്യം പോലെ ചെയ്ത്. ഡയറക്ടർ സ്ഥാനത്തേക്കൊന്നുമില്ല. അല്ലല്ല, ഞാൻ പറയുന്നത് അഞ്ജലി മേനോൻ ഉസ്താദോട്ടിനെ കുറിച്ചല്ല. അതായത് ഒരു യസ്മ സീരീസിൽ എന്താണ് അതിലെ കണ്ടന്റ് എന്നറിയോ? ഇപ്പൊ ഞാൻ പറയണേ, റേപ്പിനെ റേപ്പായിട്ട് നമ്മളെ പഠിക്കൂ. ഇത്തരത്തിലുള്ള അഡൾട്ട് കാര്യങ്ങള് പുരുഷന്മാരൊക്കെ ചെയ്ത അഡൾട്ട് കാര്യങ്ങൾ കണ്ടിട്ട് തന്നെയാണ് ഇവരിൽ ഈ പറയുന്ന സ്ത്രീകളെ കാണുമ്പോൾ ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ തോന്നി തുടങ്ങിയത്. അതേ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നു. എന്തിനാണ് അതൊക്കെ കണ്ട് പ്രാന്തന്മാരാണ് ഇവിടെ. കാരണം അവരോരോ ബേസിക്
ഒരാളെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നോർമലൈസ് ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിട്ടാണ് അവർ ഭ്രാന്തന്മാരായത്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ആദ്യം സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കൂ, ഓരോരുത്തരും വിദ്യാഭ്യാസം ശരിയാക്കൂ, പുരുഷന്മാരാണെങ്കിലും. മനസ്സിലാവുന്ന രണ്ടുപേരുടെ സെക്സ് എഡ്യൂക്കേഷൻ ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുക്കൂ. ഇവർ ഈ അഡൾട്ട് കണ്ടിട്ട് മറ്റൊക്കെ കണ്ടിട്ട് ഇവർക്ക് ഓരോ സ്ത്രീകളെ കടന്നു പിടിച്ച് റേപ്പ് ചെയ്യാൻ നോക്കുന്നതാണ്. അതേ കാര്യങ്ങൾ ഇപ്പൊ സ്ത്രീകളും ഡയറക്റ്റ് ഒക്കെ ചെയ്ത് യസ്മാ എന്നൊക്കെ പറഞ്ഞ് ഒരു സ്ത്രീ തന്നെ ഡയറക്റ്റ് ചെയ്ത് പടച്ചു വിടുമ്പോ പുരുഷന്മാരാണ് കൂടുതൽ കാണുന്നതെന്നൊക്കെ പറഞ്ഞ അപ്പൊ പുരുഷന്മാരെ മിസ്യൂസ് ചെയ്യല്ലേ ഇവര്. ഈ പുരുഷന്മാർ ഇത് ഡയറക്റ്റ് ചെയ്തിട്ട് ഇവർ ഇതുപോലെ അതൊക്കെ നിർത്തലാക്കി. ഇപ്പൊ ഗവൺമെന്റ് പോലും മോദി സർക്കാർ പോലും അഡൾട്ട് സൈറ്റുകളൊക്കെ നിർത്തലാക്കി. നിങ്ങളെല്ലാവരും കൂടി നിർത്തലാക്കത്. അപ്പോൾ പുരുഷന്മാര് ഇപ്പൊ മോദി സർക്കാരൊക്കെ ചെയ്ത നിയമങ്ങൾ കാരണമാണ് ഇപ്പൊ നിർത്തലാക്കുന്നത്. അതൊക്കെ അല്ലാണ്ട് സ്ത്രീകൾ കൊടി പിടിച്ചിട്ടല്ല. ഒരു യസ്മാ സീരീസ് ഒരു സ്ത്രീ നടത്തുന്നു, ആ സ്ത്രീ അങ്ങനെ നടത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഏത് സ്ത്രീയാണ് കൊടി പിടിച്ചേക്കണേ? ഒരു ചർച്ച പോലും നടന്നിട്ടുണ്ടോ? നേരെ മറിച്ച് നേരെ മറിച്ച് ഇപ്പൊ ഒരു ബോബി ചെമ്മണ്ണൂരോ അല്ലെങ്കിൽ ഒരു ദിലീപോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണ് ഇങ്ങനെ അഡൾട്ട് സീരീസ് നടത്തുന്നെങ്കിൽ നിങ്ങൾ ചർച്ച നടത്തില്ലേ? എങ്കിൽ ഞാനൊരു കാര്യം എന്ന് പറയുന്ന സിനിമയിൽ എത്രത്തോളം സെക്സ് പരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതിനെ കുറിച്ച് നിങ്ങൾ എന്താ ഇൻഫ്ലുവൻസ് ആവത്തില്ല? അല്ല, അങ്ങനെയുള്ള പുരുഷന്മാർ വെറും നാറുകളോ പറയാം. പക്ഷെ ഇപ്പോഴും നിങ്ങൾ ആ സ്ത്രീനെ കുറിച്ച് ഒരു കുറ്റം പറയുന്നില്ലല്ലോ, ഒരു കുറ്റം പറയുന്നില്ലല്ലോ. എന്തായാലും സ്ത്രീയും പുരുഷനും എന്ന് തന്നെയാണ് ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഒരു വാക്ക് പോലും അല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്ത്രീ പുരുഷൻ വാക്കുകൊണ്ട് പോലും രണ്ടാണ്. ഞാൻ പോയിന്റ് അത്രേ ഉള്ളൂ. രണ്ടാണ്, ഒന്നല്ല. എന്തടിസ്ഥാനത്തിലും ഒന്ന് മാനസിക നിലവാരത്തിൽ ഒന്നാവാൻ വേണമെങ്കിൽ മനുഷ്യരെല്ലാവരും ഒന്നാണ്, ലോകത്തിലെല്ലാവരും സ്നേഹമാണെന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് ആ ഒരു നന്മയിലേക്ക് പോവാം. അല്ലാതെ എന്താണ് ശാരീരിക ഘടന കൊണ്ടും കായികക്ഷമത കൊണ്ടും എല്ലാം കൊണ്ടും ഒന്നാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും വരട്ട് തത്വവാദമാണ്. എനിക്കത്ര പറയാനുള്ളൂ. ഇന്നത്തെ ചർച്ച ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. ശരിക്കും ഒരു ചർച്ചയല്ല, ഒരു ഡിബേറ്റ് എന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. എങ്കിൽ പോലും പിന്നീട് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള എന്താ പറയാ സമത്വത്തിൽ നിന്ന് വിട്ടുമാറി സ്ത്രീ വേറെ പുരുഷൻ വേറെയായി. വേറെയാണ് രണ്ടാണെന്നാണ് ഇദ്ദേഹം തീർച്ചയായിട്ടും രണ്ടാണ്. ഒരു സംശയമില്ല. എന്തിനൊക്കെ വിളിക്കുന്ന രണ്ടാണ്. വീണ്ടും സമയത്തിന്റെ ഒരു പരിമിതി. ആത്മാക്കൾ ഒന്നായിരിക്കും, പക്ഷെ ശരീരങ്ങൾ രണ്ടാണ്. അത് തന്നെയാണ് പറയുന്നത് എന്റെ പൊന്നു സ്ത്രീകളെ. പിന്നെ എന്താ പുരുഷാന്ന് വിളിക്കണോ? എന്താ പിന്നെ വിളിക്കണ്ടേ? ഓക്കെ ശരി. ഓക്കെ ശരി. എന്തായാലും ഇത്രയും നേരം ഞങ്ങൾ സഹിച്ച എല്ലാവർക്കും പിന്നെ ഇതിനെ